പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സല്യൂട്ട് ഭാരത്. LMRK അതിൻ്റെ മറ്റൊരു ചരിത്ര ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. സിക്കിമിൽ നടക്കുന്ന അഗ്നിയാഗം. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ നമ്മുടെ ക്യാപ്റ്റൻ രജിത് ജി ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. ക്യാപ്റ്റൻ, സല്യൂട്ട് ഭാരത്. സല്യൂട്ട്. ഞാൻ മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് ഇപ്പോൾ ഈ LMRKയുടെ സല്യൂട്ട് ഭാരതിൽ വന്നതിന് ശേഷമാണ് ഈ LMRKയെക്കുറിച്ചൊക്കെ അറിഞ്ഞു തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഒരു ചരിത്ര ദൗത്യത്തിലേക്ക് നമ്മുടെ പ്രസ്ഥാനം കടക്കുകയാണ്. 1-ാം തീയതി അഗ്നിയാഗം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പഞ്ചഭൂതങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനോടകം തന്നെ യാഗങ്ങൾ പൂർത്തിയാക്കിയ 5-ാമത്തെ യാഗം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഈ അതിരാത്രം പോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേട്ടറിവുണ്ട് എനിക്ക്. അപ്പോൾ ഈ അഗ്നിയാഗം എനിക്കൊരു പുതിയൊരു അനുഭവമാണ്. അത് രാജ്യത്തിൻ്റെ സർവോപരിയായിട്ടുള്ള പുരോഗതിയും ശക്തിയും നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യമാണെന്ന് അറിയുന്നു. എന്താണ് അതിനെക്കുറിച്ചൊന്ന് എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വിശദീകരിച്ച് തരാമോ? LMRK ഇപ്പോൾ തുടങ്ങിയിട്ട് 9-ാം വർഷമാണ്. 9-ാമത്തെ കൊല്ലത്തിലേക്ക് എത്തുകയാണ്. ഈ 9-ാമത്തെ കൊല്ലത്തിലും നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഭഗവാന്റെ അനുഗ്രഹത്തിൽ ഭഗവാന്റെ ഡ്യൂട്ടികളാണ് ചെയ്യണത്. മുരുകൻ പറയുന്ന ഡ്യൂട്ടികൾ. ആ ഡ്യൂട്ടികളൊക്കെ നമ്മുടെ ഭാരതത്തിന് അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് ഭാരതത്തിന് സൂപ്പർ പവറാക്കുക എന്ന ദൗത്യത്തിൻ്റെ ചുവടുവെപ്പുകളായിരുന്നു. അപ്പോൾ അതിന് ഓരോ ഘട്ടങ്ങളിലും ഓരോ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, ഓരോ യാഗങ്ങളുണ്ടായിരുന്നു. ആ യാഗങ്ങൾക്ക് പഞ്ചഭൂതങ്ങളായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഭാരതത്തിൻ്റെ ഓരോ കാര്യങ്ങൾക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് ഭഗവാൻ സഹായിച്ച് കിട്ടുന്നുണ്ട്. ആദ്യത്തെ യാഗമല്ല, ആദ്യത്തെ മയൂര സിംഹാസനം പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് ഇംഗ്ലണ്ടിൽ. 0 ടൈംസോടെ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞാലും കൂടുതൽ പറയുന്നത്. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്നത് അതൊരു എനർജിയാണ്. 0 ടൈം എന്നുള്ളതൊരു എനർജിയാണ്. ആ എനർജി 0 എന്നാണ് നമുക്ക് പവർ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഗ്രീൻജി ടൈമാണ് ഒരു കാലത്തല്ല ഇപ്പോൾ GMT എന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന 0 ടൈം. ഇപ്പോൾ അതിനു മുമ്പ് നമ്മുടെ പഴയ കാലത്താണെങ്കിലോ ഉജ്ജയിനായിരുന്നു, ഭാരതത്തിലായിരുന്നു. ഭാരതം അന്ന് പവർഫുള്ളായിരുന്നു. പിന്നെയാണ് ഇതെല്ലാം നഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് തിരിച്ചു വരണം, ആ ഒരു എനർജി തിരിച്ചു വരണം. അപ്പോൾ അവിടെ ഭഗവാൻ സിംഹാസനം പ്രതിഷ്ഠിച്ചത് 0-ൽ ഭഗവാൻ എനർജി വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഭാരതത്തിന് ഫേവറായിട്ട് കാര്യങ്ങൾ നടക്കണം. ഒരു എനർജി സിറ്റുവേഷൻ കൊണ്ട് വരണം. ഇപ്പം ഇത്ര കൊല്ലമായി, 18 തൊട്ട് 26 കൊല്ലമായി. നമ്മൾ ഇനി അടുത്ത അഗ്നിയാഗത്തിന് ശേഷം അടുത്ത ദൗത്യത്തിലേക്ക് പോകുമ്പോൾ ടൈം യാഗത്തിന് മുമ്പ് ഒരു സിംഹാസനം ഭഗവാന്റെ സിംഹാസനം ഇവിടെ പ്രതിഷ്ഠിക്കണം ഭാരതത്തിൽ. പക്ഷെ ഗവൺമെൻറ് തന്നെ, ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഈ അടുത്ത കാലത്ത് GMTന്ന് MST മഹാകാൽ സ്റ്റാൻഡേർഡ് ടൈമിലേക്ക് മാറണമെന്ന് ചിന്തിക്കുന്നത്. അത് ഒന്നാമത്തേത്. രണ്ടാമത്തെ നമ്മൾ ദൗത്യം നടക്കുമ്പോൾ ചോളന്മാരുടെ കുറിച്ചിട്ട് തമിഴ് സംസ്കാരത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അല്ല, അത് യാഗമാണ്, സോറി. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വിറ്റ്സർലൻഡിൽ പ്രതിഷ്ഠിച്ചത് ഭാരതത്തിൻ്റെ റുപ്പീസ്. ഭാരതമാണ്, കാരണം സ്വിറ്റ്സർലൻഡ് സാമ്പത്തികമായിട്ട് എനർജി ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തുമ്പോൾ ഭാരതത്തിൻ്റെ സാമ്പത്തിക ഉയരുകയും ഭാരതത്തിലെ റുപ്പീസ് ലോകം മുഴുവൻ ചെയ്യുകയും ഡോളറിനെ ഡീഡോളറൈസേഷൻ, അന്ന് ആരും പറയാത്ത വാക്കാണത്. ഇന്ന് ഏറ്റവും കൂടുതൽ വലിയ മുദ്രാവാക്യമായിട്ടാണ് മാറി. അതായത് എപ്പോഴും അങ്ങ് പറഞ്ഞതാ, ഇന്ന് മുദ്രാവാക്യമാണ്, അന്ന് സ്വകാര്യമായിരുന്നു, ഇന്ന് മുദ്രാവാക്യമാണ്. നമ്മളെപ്പോഴും അങ്ങനെയാ. LMRKയുടെ ദൗത്യങ്ങൾ ബട്ടർഫ്ലൈ എഫക്റ്റാ. ചെയ്യുമ്പോൾ ചെറുതായിട്ട് തോന്നും, പക്ഷെ അതിൻ്റെ പ്രകമ്പനങ്ങൾ ചരിത്രത്തിൽ കുളിക്കും. അതേപോലെ അന്ന് നമ്മൾ ഡോളറിനെതിരെ ചെയ്യണത് ഇപ്പം ഇന്ന് ഡീഡോളറേഷൻ എന്നുള്ള ഒരു മുദ്രാവാക്യമായിട്ട് ലോകം മുഴുവൻ ബാധിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ അതിൻ്റെ സ്റ്റെപ്പ് വെച്ച വാർത്തകളൊക്കെ അങ്ങ് തന്നെ വാർത്ത ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലെവലിലേക്ക് മാറി ലോകരാജ്യങ്ങൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. ഗൾഫ് രാജ്യങ്ങൾ വരെ ഇപ്പം മെല്ലെ ഈ ഇറാൻ വിഷയത്തിൽ കഴിഞ്ഞപ്പം എല്ലാം മാറ്റി തുടങ്ങുന്ന സിറ്റുവേഷൻ വന്നു. അത് അതിലേക്ക് എത്തുകയാണ്. അപ്പോൾ അത് വരുമ്പോൾ എന്താവണമെന്ന് വെച്ചാൽ പുതിയൊരു ലോകക്രമം വരും, സാമ്പത്തികമായിട്ട് പുതിയ ലോകക്രമം വരും. അത് ഭാരതത്തിന് പവർഫുൾ ആവും. അപ്പോൾ അതിൻ്റെ ഒരു ദൗത്യം. പിന്നെയാണ് യാഗങ്ങൾക്ക് കിടക്കണത്. അത് സ്കന്ദഭാരത മഹായാഗം 2021 നടന്നത്. അത് ഭൂമിക്കടിയിലുള്ള നിധികൾ കണ്ടെത്തി അത് ഭാരതത്തിന് സാമ്പത്തികമായി ഉയർത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ന്യൂസ്, ഇന്നലെയും കൂടി ആന്ധ്രയിൽ നിന്ന് വലിയൊരു സ്വർണ്ണ നിക്ഷേപത്തിൻ്റെ കാര്യം വന്നു. ആൻഡമാനിൽ ഓയിൽ നിക്ഷേപം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് 2022 എത്തുമ്പോഴാണ് നമ്മൾ തമിഴ് സംസ്കാരത്തിനും ചോള രാജാക്കന്മാർക്കും വേണ്ടിയിട്ടുള്ള ആ യാഗം ചെയ്യണം. അത് അതിന് 6 മാസം ആകുമ്പോഴേക്കും
ചോളന്മാരുടെ ചെങ്കോല് പാർലമെന്റിൽ പ്രതിഷ്ഠിച്ചു, തമിഴ് മന്ത്രം പ്രതിഷ്ഠിച്ചു, പാർലമെന്റ് വരുന്നു, 1000 മയൂര തീം വരുന്നു, 888 സീറ്റ് വരുന്നു. അങ്ങനെ ഒരു അതിൻ്റെ ഒരു ഘട്ടം കഴിയുന്നു. അടുത്തത് ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉജ്ജയിനിൽ യാഗം ചെയ്തു. അപ്പം നമ്മൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്നത് യിങ് യാങ് യാഗം എന്ന് പറഞ്ഞ പഴനിയിൽ ചെയ്തു. അത് ഇന്ത്യ, ചൈന, റഷ്യ. അന്നൊന്നും ഇത് 2023 അത് നടക്കുന്നത്. അന്നൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലില്ല. കാരണം വേഗ ലോക ധ്രുവമായിരുന്നു. അമേരിക്കയെ നയിക്കുന്ന ലോകത്തിന് ഇതിലേക്ക് മാറി തുടങ്ങും. ഇന്ത്യ, ചൈന, റഷ്യ എന്നുള്ള ഒരുപാട് പേര് സംസാരിച്ച് തുടങ്ങി. കാരണം ആ പൊളിറ്റിക്സ് ആ സാധനം മാറി തുടങ്ങി. ചൈനയായിട്ട് ഇണങ്ങുമെന്ന് ചിന്തിക്കാൻ പോലും ആ നിലയ്ക്ക് അത്രയും എനിക്കൊന്ന് ഗാൽവനൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പം അത്രയും ശത്രുതയിൽ നിൽക്കുന്ന സമയത്താണ് ചെയ്യണത്. ഇന്ന് അതിനെ കുറിച്ചിട്ട് ഒരുപാട് ലോകം സംസാരിച്ചു തുടങ്ങി, ഇന്ത്യ, ചൈന, റഷ്യ. പിന്നെ ഈ അടുത്ത കാലത്ത് ഇറാനിൽ യുവാനിലാണ് ഇന്ത്യ പെട്രോൾ ഇത് വാങ്ങിയത്, കറൻസി വാങ്ങിയത് ഡോളറിനുള്ളത് മാറ്റണം. ചൈനക്കാർ നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണ് എപ്പോഴും പറയുന്നു. ഇന്ത്യ, ചൈന, റഷ്യ എന്നുള്ളൊരു ലെവലിലേക്ക് മാറണം. റഷ്യയായിട്ട് നമ്മൾ ആയുധം സൈന്യങ്ങൾ തന്നെ ഇതിലേക്ക് മാറും. ഒരു പുതിയ ലോകക്രമം അതിൻ്റെ തുടക്കം അവിടുന്നായിരുന്നു. അത് ശ്രദ്ധിച്ചറിയാം. അതിന് ശേഷമാണ് ഇതൊക്കെ സംസാരം തുടങ്ങിയിട്ടുള്ളത്. 2020 നമ്മൾ ആ യാഗത്തിന് ശേഷമാണ്. അതിനു മുമ്പൊന്നും ആരും സംസാരിക്കാറൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ അഗ്നിയാഗത്തിലേക്ക് എത്തുകയാണ്. അതിൻ്റെ തുടക്കം ഇപ്പോൾ 4-6 ഘട്ടങ്ങളായിട്ട് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സിക്കിമിലേക്ക് എത്തുന്നത്. 6 സ്ഥലത്ത് നമ്മൾ ചെയ്തു. സിക്കിം നമുക്ക് കുറച്ചുകൂടി ഫേവറബിൾ ആയിട്ടുള്ള ഇത് ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടല്ലോ, അവിടെ എത്തിപ്പെടുക തന്നെ വളരെ ദുർഘടമാണല്ലോ. നമ്മുടെ യാത്രകളൊക്കെ എപ്പോഴും അങ്ങനെ ഭഗവാൻ കൊണ്ടുപോകാം. പക്ഷെ ഭഗവാൻ സംരക്ഷിക്കാറ്. ഈ 6 കഴിഞ്ഞ ജനുവരി 26 ഡൽഹിയിൽ നമ്മൾ നടത്തി. അതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ മെയ് 1 നടത്തുമ്പോൾ ഓർമ്മയുണ്ടാവും. കഴിഞ്ഞ മെയ് 1 നമ്മൾ ഇതിൻ്റെ അഗ്നിഹോമം നടത്തിയത്. അന്നും മുരുകസേനയ്ക്ക് വേണ്ടിയിട്ട് അഗ്നിഹോമം നടത്തുന്നത് 3 മാസം മുമ്പ് പ്രഖ്യാപിച്ചു. അന്ന് പഹൽഗാമില്ല. പിന്നെ ഇന്നല്ലേ പഹൽഗാം. നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന ദിവസമാണ് പഹൽഗാമിൻ്റെ വാർഷികം. വളരെ എന്താ പറയുക, മതം ചോദിച്ചിട്ട് കുറേ ആൾക്കാർ വന്നു. അത്രയും നമ്മുടെ രാജ്യത്തിനെ പിടിച്ച് കുലുക്കിയ ഒരു സംഭവം ഇന്നൊക്കെയാണ് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ അന്ന് കഴിഞ്ഞ മെയ് 1 നടക്കുമ്പോൾ ഈ സംഭവം ഇല്ല. പക്ഷെ അതിന് 3 മാസം മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു മുരുകസേനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ യാഗം. പക്ഷെ ഇത് കഴിഞ്ഞ് പഹൽഗാം കഴിഞ്ഞ് മെയ് 1 നമ്മൾ ആ യാഗം നടത്തും. അത് 3 ദിവസം മുമ്പ് പ്രഖ്യാപിച്ചതാണ്. മെയ് 1 യാഗം നടത്തുമ്പോൾ നമ്മൾ ഇന്ത്യൻ സേനയ്ക്ക് മുരുകസേനയുടെ ബലം കിട്ടാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞ് ആ സമയത്താണ് നമ്മുടെ ബഹുമാനോട് പ്രധാനമന്ത്രി ഇന്ത്യൻ സേനയ്ക്ക് ഫുൾ അധികാരം കൊടുത്തിട്ടുള്ള ഓർഡറിൽ ഒപ്പുവെക്കണം. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ടൂറാണ്. ഒരു 4 ദിവസം കൊണ്ട് പാകിസ്ഥാൻ ചുറ്റി കിട്ടണം. അപ്പോൾ ഇതിന് സിസ്റ്റം ഉണ്ട് ഭഗവാന്റെ. ഓരോ സ്റ്റെപ്പായിട്ട് കൊണ്ടുവന്ന് ഭാരതത്തിനെ ലോകത്തിൻ്റെ ഏറ്റവും നെറുകയിൽ വെക്കുക. കാരണം ഇത് മുരുകയുഗമാണ്, ഭാരത സൂപ്പർ പവറാണ്. അതിൻ്റെ ഡ്യൂട്ടികളാണ് എല്ലാ മാർഗയ്ക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ 5ാമത്തെ പഞ്ചഭൂതത്തിൻ്റെ ഇത് സിക്കിമിൽ വെച്ച് നടത്തണം. അങ്ങ് പറഞ്ഞ പോലെ റിസ്ക് ഫാക്ടർ എന്നുള്ള എൻ്റെ യാത്രകൾ കഴിഞ്ഞ ഒരു വട്ടം ഭഗവാൻ അയച്ച് സ്പിറ്റി വാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. സ്പിറ്റി വാലിയിലേക്കൊക്കെ പോകാന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ അത്രയധികം ഒരു 10 മണിക്കൂർ റോഡില്ലാത്തതിൽ ട്രക്കിങ് സൈഡിലൂടെ വണ്ടിയിൽ പോകണം. അത്രയും സൈഡിൽ കല്ല് എപ്പോഴും വീഴുക, അങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ ആ യാത്രകളൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് യാത്രകൾ. പക്ഷെ അതൊക്കെ ഭഗവാൻ കാത്തിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ സിക്കിമും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടെ ക്ലൈമറ്റ് ഇതുണ്ടാവും. പിന്നെ ഇത്ര ദൂരം യാത്ര ചെയ്യണം. പിന്നെ അടുത്ത എയർപോർട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ 6 മണിക്കൂർ യാത്ര ചെയ്യണം ഹെയർ പിൻ വളവിലൂടെ. പക്ഷെ നമ്മൾ അവിടെ പോയി ചെയ്യും ഭഗവാൻ സഹായിച്ച്. കാരണം അത് ഭഗവാന്റെ തീരുമാനമാണ്. അപ്പോൾ ആ പവറുള്ളത് കൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ യാഗം നടത്തണോണ്ട് ആ പൂജാരിമാർ ഹോമം മന്ത്രം ജപിക്കണമെന്നല്ല, ഭഗവാന്റെ ഡയറക്ഷൻ അതിനുള്ളത് കൊണ്ടാണ് ആ പവർ, അതിൻ്റെ റിസൾട്ട്. നമുക്ക് ഈ സിക്കിം യാഗത്തിന് പോലും എത്രയോ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് ഈ വിവരം അറിയാം. എത്രയോ പ്രധാനപ്പെട്ട ആൾക്കാർ വരുന്നുണ്ട് അറിയാം. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഓഫീസിൽ നമ്മുടെ ഇൻവിറ്റേഷൻ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെത്തി ഈ സംഭവം അറിഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയും പവർഫുള്ളായിട്ട് ഭഗവാന്റെ ഒരു എനർജി ഉള്ളത് കൊണ്ടാണ് വെറും സാധാരണക്കാരനായ എനിക്ക് ഈ ദൗത്യങ്ങൾ ഭംഗിയായിട്ട് ഗംഭീരമായിട്ട് നടത്താൻ പറ്റണത്. ഇപ്പോൾ ഈ സിക്കിം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം നോക്കുമ്പോൾ അങ്ങ് കിഴക്കേ അറ്റം വരുന്ന വടക്ക് കിഴക്കേ ആ ഒരു ഭാഗം വരുന്ന അത് തിരഞ്ഞെടുക്കാം. കാര്യം തൊട്ടടുത്ത് അതിർത്തി സ്ഥലങ്ങളൊക്കെയാണ് ഉള്ളത്. ഇത്
ഭഗവാന്റെ ഡയറക്ഷനാണ്. പിന്നെ ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സിക്കിമിൻ്റെ പ്രത്യേകത. അത് ഒരു പൂജാമുറിയാണ്, എനർജി പ്ലേസ് ആണ്, യതികൾ കാവൽ നിൽക്കുന്ന സ്ഥലമാണ്, സുഭാഷ് ചന്ദ്രബോസായിട്ട് ബന്ധമുള്ള സ്ഥലമാണ്. അപ്പോൾ ആ അഗ്നി എരിയുന്ന ഭാരതത്തിന് ആത്മാവായി അഗ്നി എരിയുന്ന സിക്കിമിൽ അഗ്നിയാകും. അതിനൊരു ശക്തി അപാരമായിരിക്കും. ഭാരതീയ ആത്മീയ പവറും അധികാര പവറും വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഭാരതം അതിൻ്റെ ഡീപ് സ്റ്റേറ്റ് എന്ന വാക്കാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറ്. ഡീപ് സ്റ്റേറ്റിലേക്കുള്ള യാത്രയുടെ ഏറ്റവും പവർഫുൾ ആയിട്ട് പോയിന്റിലെത്താണ്. ഇവിടെ ഞങ്ങൾ ഭാരതം ഒരു ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറും. ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഡീപ് സ്റ്റേറ്റ് ഒരിക്കലും ഞങ്ങൾ ഡീപ് സ്റ്റേറ്റ് ആണെന്ന് പറയാറില്ല, രഹസ്യമായിട്ടായിരിക്കും. എന്നാൽ അവരെല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കും. അവരെല്ലാം അവിടെ ഉണ്ട്, എന്നാൽ ആർക്കും കാണാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അവരാണ് ലോകത്തിൻ്റെ ചരിത്രങ്ങളും ഒക്കെ നിർമ്മിക്കണത്. അവരുടെ പ്രകാരമാണ് ആൾക്കാർ പ്രവർത്തിക്കുക, ഭരണാധികാരികൾ പ്രവർത്തിക്കുക. എപ്പോഴും ആ ഒരു അദൃശ്യ ശക്തി ഇങ്ങനെ പരന്ന് കിടക്കും പവർഫുള്ളായിട്ട്. പക്ഷെ അവരെ നമ്മൾ കാണില്ല, അവരവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കില്ല, എന്നല്ല അവരുടെ കൺട്രോളോ. ഇതാണ് ഭാരതം. ഭാരത ഈ അടുത്ത കാലത്ത് ഒന്നും അവകാശവാദങ്ങൾ ഉന്നയിക്കാറില്ല. എന്ത് ചെയ്താലും സൈലന്റ് ആയിട്ടാണ് ചെയ്യണം. വാർത്ത കാണുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നു. കാരണം മുമ്പത്തെ ശൈലി ഒന്നും മാറി ഭാരതം. ഒന്നും പറയുന്നില്ല, എന്ത് ചെയ്താലും പറയില്ല. എന്ത് അവകാശം കിരാനഹല്ലില് മറ്റേത് അടിച്ചപ്പോ വരെ ചോദിച്ചപ്പോ അങ്ങനെ സ്ഥലമൊക്കെ ഉണ്ടോന്നാ ചോദിച്ചത്. നന്ദി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് ഈ അടുത്ത കാലത്ത് ഭാരതത്തിൽ വന്നൊരു രീതിയാ. ഒന്നിലും അവകാശം ട്രംപ് ഓളിട്ടാലും മിണ്ടില്ല. എണ്ണ മേടിക്കേണ്ടത് എണ്ണ മേടിക്കും, കപ്പൽ കൊണ്ടുവരുന്നത് കപ്പൽ കൊണ്ടുവരും, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കും. അത്തരം ചില കാര്യങ്ങൾ പല രാജ്യങ്ങളിൽ വധിക്കപ്പെടും. പക്ഷെ ഒന്നിനും അവകാശവാദം ഉന്നയിക്കില്ല. അതാണ് ഡീപ് സ്റ്റേറ്റിന്റെ ശൈലി. അത് ഭാരതം ആ ഡീപ് സ്റ്റേറ്റിന്റെ പൂർണ്ണതയിലേക്ക് ഈ മെയ് വന്നു കഴിഞ്ഞാൽ വരും. ആ ഭാരതം നിയന്ത്രിക്കും. അല്ല, അങ്ങയുടെ അറിവിലേക്കും കൂടി പറയുകയാണ്, IMFന്റെ ഒരു പ്രഡിക്ഷൻ പ്രകാരം ഈ ലോകത്ത് മുഴുവൻ ഈ യുദ്ധം ഇങ്ങനെ തുടരുകയാണെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും എന്ന് പറയുമ്പോഴും 2027 ഇന്ത്യയുടെ ഒരു പ്രോഗ്രസ് സ്റ്റഡിയാണ്. അത് നേരത്തെ പ്രവചിച്ചതിനേക്കാളും ഉയരാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. അതൊരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ഒരു അത്ഭുതത്തോടു കൂടിയിട്ട് ലോകരാജ്യങ്ങൾ കാണുന്നതാണ്. താരിഫ് അടിച്ചടത്തിയപ്പോൾ 8.2% നമ്മുടെ ഇത് സാമ്പത്തികം മാറി. അപ്പം അതെപ്പോഴും ഇതെങ്ങനെ നടക്കണേ എന്നുള്ളത് മറ്റുള്ള യുദ്ധങ്ങൾ നോക്കിയൊക്കെ റഷ്യ ഉക്രൈൻ യുദ്ധം എത്ര കാലമായി തീരുമാനമാവണില്ല. ഇപ്പൊ ഇറാൻ അമേരിക്ക ഒന്നും ചെയ്യാൻ 1.5 മാസമായി. 1.5 മാസം. പക്ഷെ ഇന്ത്യയും പാകിസ്ഥാനോ അതും തുടങ്ങുന്നതും നിർത്തുന്നതും നമുക്ക് കൃത്യം പ്ലാൻ ഉണ്ടായിരുന്നു. അതാണ് അത് ഭാരത് ചെയ്യണ പവർ ഫീൽ ചെയ്യണത് എങ്ങനെ. അത് ആ മുരുകൻ്റെ അനുഗ്രഹം ശരിക്കും അങ്ങനെ നിൽക്കുകയാണ്. ഭാരതത്തിനെ ഭഗവാൻ കൊണ്ടുവന്ന് ഏറ്റവും ടോപ്പിലെത്തുക. അപ്പോൾ ആ അസാധ്യമായത് നടക്കും. ഭാരതത്തിനെ സംബന്ധിച്ച് അസാധ്യമായ കാര്യങ്ങൾ നടക്കും. യുക്തി കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല, അപ്പുറം നടക്കും ബാബാ സാഹിബ്. ആ ഒരു പൊസിഷനിലാണ് ഭാരതം. പക്ഷെ നമുക്കിപ്പോൾ സമീപ ദിവസങ്ങളിൽ നമുക്ക് അനിഷ്ടകരമായ ചില സംഗതികൾ ഉണ്ടായി. പറയുകയാണെങ്കിൽ രാജസ്ഥാനിൽ നമ്മളൊരു റിഫൈനറി ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി അവിടെ ഒരു അഗ്നിബാധ ഉണ്ടാകുന്നു. മണിപ്പൂരിൽ നമ്മൾ എല്ലാം ഒതുങ്ങിയെന്ന് ഇരിക്കുന്ന സമയത്ത് വീണ്ടും അവിടെ ചില അസ്വാരസ്യങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. എന്തിന് നമ്മുടെ തൊട്ട് മുമ്പിൽ നമ്മുടെ തൃശ്ശൂർ പൂരം പോലും ഇപ്പോൾ അലങ്കോലപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പലരും സംശയിക്കുന്നുണ്ട്, ബോധപൂർവം ഒരു ടെൻഷൻ സൃഷ്ടിക്കാനായിട്ട് ആരൊക്കെയോ ഇറങ്ങി കളിക്കുന്നുണ്ട് എന്ന തരത്തിൽ പ്രചാരം വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അങ്ങനെയുണ്ടോ? കഴിഞ്ഞ മെയ് 1 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത ഈ മെയ് 1 വരെ ഭാരതം ശ്രദ്ധിക്കണം. ഭാരതത്തിൽ സാമ്പത്തികമായിട്ടുള്ള തകർക്കാൻ ശ്രമം ഉണ്ടാവും. അന്ന് താരിഫിന് ഏറ്റു വന്നിട്ടില്ല. ഉള്ളിൽ അന്തചിത്രം ഉണ്ടാക്കാൻ നോക്കും, അയൽ രാജ്യങ്ങളിൽ കലാപം ഉണ്ടാക്കാൻ നോക്കും. അതിന് ശേഷമാണ് നേപ്പാളിൽ സംഭവം ഉണ്ടായി. നേരെ പ്രശ്നമുണ്ടായി. നേപ്പാളിൽ നിന്ന് നേരെ നമ്മുടെ ലഡാക്കിലേക്ക് കൊണ്ടുവരാൻ നോക്കി, ഉള്ളിൽ ശ്രമിച്ചു. നമ്മുടെ രാഷ്ട്രീയ പ്രധാനപ്പെട്ട നേതാക്കളെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടാകും. മോദിജി ചൈനയിൽ പോയപ്പോൾ ഉണ്ടായ വിഷയം അറിയാലോ, പുട്ടിനാളുടെ കാറിൽ വെച്ച്. ഈ അടുത്ത കാലത്ത് മണിപ്പൂരിൽ അവിടെ ഒരു അമേരിക്ക CIA ഏജന്റിനെയും 4 ഉക്രൈൻകാരെ അറസ്റ്റ് ചെയ്തു, പ്ലാൻ ചെയ്തു വന്നു. ആ ഒരു സംഭവത്തിൻ്റെ ഒരു തുടർച്ച തന്നെ ഇത് ഉണ്ടാവും. കാരണം ഡീപ് സ്റ്റേറ്റ് അവരുടെ പരിപാടികൾ എന്തായാലും ചെയ്യും. ഈ റിഫൈനറി എന്നുള്ളതിൻ്റെ ഒരു പറയണത്, അതിൽ റിഫൈനറി മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ വേറെയും ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ആ പോകുമ്പോൾ ഈ ഇന്ത്യ റഷ്യ മറ്റേ ആയുധ കരാർ ഇപ്പം ഉണ്ടായി. ഇന്ത്യൻ സൈന്യന് റഷ്യ സൈന്യന് ഇവിടെയും ഇന്ത്യൻ സൈന്യന് അത് വലിയൊരു കരാറാണ്. അത് ആ ഒരു ഇതിനെതിരെ CI ചെയ്ത ചില പരിപാടി എന്നുള്ള ന്യൂസുകളൊക്കെ പല ഏജൻസികളും പറയുന്നുണ്ട്. കാരണം ഇന്ത്യ അമേരിക്കനെ വെട്ടിച്ച് ഇത്രയും വലിയൊരു ഡീൽ
അല്ല, അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ മതിയല്ലോ, അസീം മുനീറിനെ മതിയല്ലോ, പിന്നെ ഇന്ത്യക്ക് റഷ്യനെ പിടിച്ചാൽ പറ്റില്ലല്ലോ. അത് സൈന്യത്തിന് അങ്ങോട്ട് മാറാന്ന് പറയുമ്പോൾ അതിനൊരു ഇതായിട്ട് ചെയ്തതാന്നൊരു ന്യൂസ് വരുന്നുണ്ട്. പിന്നെ ഇത്തരം കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പെട്ടെന്ന് മണിപ്പൂരത്തെ ഒരു വിഷയം ചർച്ചകളായിട്ട് വിദേശ മാധ്യമങ്ങളിൽ വരുന്നു. അപ്പൊ അതൊക്കെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന സമയത്ത് കൂടിയാണ് ഇതെല്ലാം നടക്കുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഒരു ഉള്ളിൽ നമ്മൾ പുറത്തുള്ള ശത്രുക്കളെ പേടിക്കേണ്ടത് രാജ്യത്തിന് ഉള്ളിലുള്ള ശത്രുക്കളെ. അവർ പല രൂപത്തിലും പല ഭാഷയിലൊക്കെ വന്ന് നിൽക്കുന്നു. ആദ്യം നമുക്ക് അനുകൂലമായിട്ട് പറയുന്ന ആൾക്കാരാവും, പക്ഷെ അവർ ശരിക്കും സ്റ്റെപ്പായിട്ട് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകും. അപ്പം അത്രയൊരു വലിയൊരു വിങ് പുറത്തുനിന്ന് അകത്തുനിന്ന് ശ്രമിക്കുമ്പോൾ ഏറ്റവും പേടിക്കേണ്ട ഒരു സമയമാണ്. പക്ഷെ അതൊക്കെ ഭഗവാൻ സഹായിച്ചിട്ട് നമ്മൾ കടന്നു പോയിട്ടുണ്ട്, കടന്നു പോവുകയും ചെയ്യും. ഇനി അതിനൊക്കെ തകർത്തെറിയാനുള്ള ശക്തി ഭാരതത്തിന് മെയ് 1 ശേഷം ഉണ്ടാവും ചെയ്യും ഭഗവാൻ സഹായിച്ച്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. പക്ഷെ പതിനാണ്ടവുണ്ട്, അദ്ദേഹം നോക്കിക്കോളും. ഇപ്പോൾ ഈ നമ്മൾ കുറച്ച് വിദേശ കാര്യങ്ങളിലോട്ട് കിടക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക വലിയൊരു പ്രതിസന്ധി നേരിടുന്ന ഒരു സമയം. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇന്ധന കാര്യത്തിൽ പോലും നമുക്ക് ആ ഒരു ക്രൈസിസിലോട്ട് കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷേ ഒരു വലിയൊരു പ്രഡിക്ഷൻ വരുന്നത് ഈ യുദ്ധം ഇങ്ങനെ നിയന്ത്രണമില്ലാതെ പോകുന്നൊരു സാഹചര്യത്തിൽ വന്നാൽ എന്താണ് പ്ലാൻ ബി? കാര്യം ഇന്ത്യക്ക് നിലവിൽ ഈ ക്രൂഡ് ഓയിലിന് വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾ ഇറങ്ങി കളിക്കേണ്ട ഒരു സമയമായില്ലേ ഈ യുദ്ധം ഒരു മധ്യസ്ഥൻ്റെ റോളിൽ? കാര്യം നരേന്ദ്രമോദി ഇതിനോടകം തന്നെ ലോക സ്വീകാര്യത നേടിയ ഒരു നേതാവാണ്. അപ്പോൾ ഇന്ത്യക്ക് ഇതിലൊരു സേ ഉണ്ട്. അപ്പോൾ ഈ കാര്യത്തിലൊരു മധ്യസ്ഥൻ്റെ റോൾ എടുക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന തരത്തിൽ ചില നിരീക്ഷണങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് എന്താണ് തോന്നുന്നത് ആ കാര്യത്തിൽ? ഞാൻ ഓൾറെഡി പറഞ്ഞത് മെയ് 1 വരെ തുടരുത്. തൊട്ടാ ബുദ്ധിമുട്ടാവും, ഉറപ്പായിട്ട് ബുദ്ധിമുട്ടാവും. തൊടാണ് മാറി നിൽക്കണം. അത് അറിഞ്ഞിട്ട് തന്നെയാവും മോദിജി തൊടാണ് മാറിക്കണം. എത്ര ആൾക്കാർ ട്രംപ് നിരന്തരം ഫോൺ പറയുന്നുണ്ട്. UAE പറഞ്ഞില്ലേ, ഒരു ഫോൺ കോളിൽ നിർത്താൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. ഇറാനിലത്തെ അംബാസഡർ, നമ്മുടെ ഇന്ത്യയിലുള്ള അംബാസഡർ പറഞ്ഞല്ലോ, ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ. ഇന്ത്യക്ക് ഇത്രയും രാജ്യങ്ങളിൽ നിന്നുള്ള പ്രഷറുണ്ട്. നിങ്ങൾ പറയോ ചെയ്യൂ, നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റണില്ല, നിങ്ങൾ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ പറ്റൂ എന്ന് പറയും. പാകിസ്ഥാൻ പോലെ, അതായത് ലോകരാഷ്ട്രങ്ങൾ 10 പൈസ വില വയ്ക്കാതെ പാകിസ്ഥാൻ പോലെ ഇറങ്ങിയിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യുന്ന വെല്ലുവിളിക്കുമ്പോൾ സാധാരണ സമയത്തൊരു വിമർശനം വന്നു. കാര്യം പാകിസ്ഥാൻ ആ അവസരം പ്രയോജനപ്പെടുത്തി പോലും. കാര്യം ഈ മധ്യസ്ഥ ചർച്ചയുടെ റോൾ അതിന്റെ വേദിയാകേണ്ടത് ഇന്ത്യ ആയിരുന്നു. ആ അവസരം പാകിസ്ഥാൻ കൊണ്ടുപോയി എന്നൊക്കെ ആയിരുന്നു വിമർശനങ്ങളുണ്ടായിരുന്നു. അത് അങ്ങനെയുള്ള സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യ ഇറങ്ങുമല്ലോ. ഇന്ത്യക്ക് പാകിസ്ഥാനെക്കാട്ടിലും ലോകരാജ്യങ്ങളിലും നിലയും വിലകൾ ഉണ്ട്. എന്നിട്ട് ഇന്ത്യ മിണ്ടാണ്ടിരുന്നുണ്ടെങ്കിൽ ഒറ്റ കാരണമുള്ളൂ, അതിന്റെ സ്പിരിച്വൽ സൈഡ് മനസ്സിലാക്കി തന്നെയാണ് മോദിജി സൈലന്റ് ആയിട്ട് ഇരിക്കണം. മെയ് 1 വരെ അതിൽ തൊടാതിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് തന്നെയാവും അതങ്ങനെ നടക്കുന്നത്. അല്ലാതെ മധ്യസ്ഥ ചർച്ച പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു തമാശയുണ്ടായി. ഈ അമേരിക്കക്കാരവിടെ വന്ന് താമസിച്ച ഹോട്ടലിന്റെ ബില്ലിന്റെ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ എന്തൊക്കെ എഴുതി ചേർത്തു എന്ന് പറഞ്ഞു. അമേരിക്ക കൊടുക്കണേല് ചിലത് വെട്ടിക്കളഞ്ഞിട്ട് ചിലത് എഴുതി ചേർത്തു. ഇറാൻ പറഞ്ഞത് വ്യത്യാസമാക്കി എഴുതിയത് 2 വായിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായ വീണ് തല്ലി പിരിഞ്ഞെന്നുള്ള വാർത്തകളുണ്ട്. അല്ല, അത്തരം എന്താ പറയുക, ഭാരതമാണെങ്കിൽ അതല്ല സ്റ്റാൻഡേർഡായിട്ട് ഇരിക്കും. പക്ഷെ സമയമല്ല, മാറി നിൽക്കണ്ട. മെയ് 1 വരെ അതിൽ തൊട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതറിയും, അതുകൊണ്ടാണ് അദ്ദേഹം മിണ്ടാണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെയും നമ്മുടെ ഈ ഹോർമൂസ് അറിയാമല്ലോ, അമേരിക്കയും ഇറാനും വലിയ രീതിയിൽ ബലാബലം പിടിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഒരു കപ്പൽ കടന്നു വരിക വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി, വെടിവെപ്പുണ്ടായി. പക്ഷെ അതിനിടയിലും ഒരു കപ്പൽ ഇന്ത്യയിലേക്ക് വന്നു. അതെങ്ങനെ സാധിക്കുന്നു? കാര്യം ഈ ഒരു സംഘർഷത്തിനിടയിലും കാര്യങ്ങൾ ഇവിടെ മുറതെറ്റാതെ നടക്കുന്നുണ്ട്. ഇപ്പം മലേഷ്യയിലൊക്കെ നമ്മുടെ എല്ലാം മാർക്കറ്റ് ആൾക്കാരുണ്ട്. അവിടുത്തെ ബിസിനസ്സും അവിടുത്തെ കാര്യങ്ങൾ അവർ നമ്മളോട് പറയാറുണ്ട്. പെട്രോളിന് വില കൂട്ടി, ബിസിനസ് നിന്ന് ഭയങ്കരമായിട്ട് ബാധിച്ചു തുടങ്ങി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പെട്രോളിന് ഒരു ദൗർലഭ്യവും അറിയുന്നില്ല. വില കുറച്ചു, നമ്മളെ ബാലൻസ് ചെയ്ത് അവിടെ കാശ് കൂടി അവിടുത്തെ പെട്രോളിന്. അതേപോലെ ഓരോ രാജ്യങ്ങളിലും അത് ബാധിക്കുമ്പോൾ നമ്മളെ ബാധിക്കാണ്ട് നിൽക്കണത് നമുക്ക് ഓരോ രാജ്യങ്ങളിലുള്ള നമ്മൾ വിളിച്ചു പറഞ്ഞാൽ കപ്പൽ കടന്നു വരും, നമ്മളെ തടയില്ല. അത് ഇറാൻകാരും പറയും, അമേരിക്കക്കാരും പറയും, എല്ലാവരും പറയും. കാരണം പിന്നെ ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, റഷ്യയിൽ നിന്ന് ഇഷ്ടംപോലെ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടല്ല, നമ്മൾ റഷ്യയിൽ നിന്ന് വരുന്നുണ്ട്. ഈ അടുത്തത് വേറൊരു വഴി, പേര് പറഞ്ഞു, ഒരു ആർട്ടിക് വഴി, അതിനകത്ത് അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും ഒരു ബദലുകൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ സഹായിക്കാൻ ലോകരാജ്യങ്ങൾ തയ്യാറാണ്.
അതിൻ്റെ ഒരു മഹത്വം എല്ലാവർക്കും മനസ്സിൽ തുടങ്ങി ഭാരതത്തിൻ്റെ. അപ്പം അതിൻ്റെ ഒരു ഇതാണ് ഇതൊന്നും ബാധിക്കാണ്ട് നമ്മളെ കൊണ്ടുപോകും. മെയ് 1 ശേഷം ഇതൊക്കെ വേറെ രീതിയിൽ വരാം. ഭാരതം ഇടപെടാം, ഭാരതം ചില കാര്യങ്ങൾ ചെയ്യാം, അതൊക്കെ പലതും നടക്കും. പക്ഷെ അതിനൊക്കെ ഒരു പവർ പഞ്ച് നമുക്ക് ഫീൽ ചെയ്യും ഭാരതം ചെയ്യണതിൽ. അത് നമുക്ക് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം, ഒരു എനർജി വരിക എന്ന് പറയില്ലേ നമ്മുടെ എല്ലാ കാര്യത്തിനും. ആ ഒരു എനർജിയുടെ പവർ കൂടണത് നമുക്ക് മെയ് 1 ശേഷം കാണാം. ഇപ്പോൾ ക്യാപ്റ്റൻ പറയുന്ന പ്രകാരം അഗ്നിയാഗം വളരെ നിർണായകമായ സംഗതിയാണ്. തീർച്ചയായും അപ്പോൾ അതിനുശേഷം നിർണായകമായ ചില സംഗതികൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും ഭാരതത്തിന്റെ പ്രവൃത്തികളിലും എല്ലാ കാര്യങ്ങളിലും ഒരു എക്സ്ട്രാ പഞ്ച് വരിക എന്ന് പറയില്ലേ, അത് കാണാൻ പറ്റും. എക്സ്ട്രാ പഞ്ചിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന? അല്ല, അത് മൊത്തം ഇത് ഒന്നിലല്ല, എല്ലാ കാര്യങ്ങളിലും കാണാൻ പറ്റും. ഇപ്പോഴുള്ളതിന്റെ ഒരു എക്സ്ട്രാ പഞ്ച് കൂടും ഭാരതത്തിന്റെ പവറിലും സംസാരത്തിലും പ്രവൃത്തികളിലൊക്കെ. ഞാനൊരു പ്രഡിക്ഷൻ നടത്തട്ടെ. അതായത് ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം അമേരിക്ക നയിക്കുന്ന ലോകക്രമം അവസാനിക്കാൻ പോകുന്നു. പല വിദഗ്ധരും പറയുകയാണ് അമേരിക്ക തീർന്നു, സാമ്പത്തികമായി തീർന്നു. അവർ പറഞ്ഞ കാര്യം, ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് നാറ്റോ സഖ്യം അവരുടെ കൂടെ നിന്നില്ല, യൂറോപ്യൻ യൂണിയൻ നേരത്തെ പിണങ്ങി നിൽക്കുന്നു. അപ്പോൾ അമേരിക്ക ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിൽ നിലവിൽ ഒരു ലോകത്ത് എല്ലാവരും ആദരിക്കപ്പെടുന്നതും അംഗീകരിക്കപ്പെടുന്ന രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒരു ബദൽ ലോകക്രമം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ബഹുധ്രുവ ലോകത്തിൻ്റെ പ്രധാനിയായിട്ട് ഇന്ത്യ അടങ്ങുന്ന സൗഹൃദ രാഷ്ട്രങ്ങൾ മുന്നോട്ട് വരും എന്നൊക്കെ ചിലർ പ്രെഡിക്റ്റ് ചെയ്യുന്നു. അതാണോ ക്യാപ്റ്റൻ 1-ാം തീയതിക്ക് ശേഷം പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ബഹുലോക ക്രമം, ഫസ്റ്റ് ബഹുലോക ക്രമം തന്നെയാണ് വരിക. അമേരിക്ക ഇത് മാറും. ഈ അടുത്ത കാലത്ത് ഒരു ന്യൂസ് കണ്ടത്, ശരിക്കും ഒത്തുതീർപ്പ് ചർച്ചയിൽ പുറത്തേക്ക് മറ്റേ ഹോർമോസ് ഇതൊക്കെ ഡയലോഗുകൾ അടിക്കുന്നുണ്ടെങ്കിലും ശരിക്കുള്ള ആവശ്യം ഇറാനോട് അമേരിക്ക പറഞ്ഞത് നിങ്ങളുടെ പെട്രോൾ ഡോളറിൽ വിൽക്കണം. വേറെ സംഭവമൊന്നുമില്ല. പുറത്തേക്ക് വേറെ പരിപാടികൾ പുറത്തേക്ക് കുറെ ഡയലോഗുകളൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും മെയിൻ ആവശ്യം ഇതായിരുന്നു, നിങ്ങളുടെ പെട്രോൾ. കാരണം അവർക്ക് വലിയൊരു കടമുണ്ട്. പിന്നെ വെനീസിലിന്റെ പ്രസിഡന്റ് എടുത്തുകൊണ്ട് പോയത് ഈ പെട്രോളിന്റെ ഇതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ ഡോളറിനെതിരെ ലോകത്തൊരു ഇത് വരുന്ന കാര്യം അവർക്കും അറിയാം. ബ്രിക്സിന്റെ കറൻസി വന്നാൽ അത് തീർന്നു. അപ്പൊ ആ ഒരു ലെവലാകുമ്പോൾ അവർക്ക് അത് പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു ചർച്ചയിൽ ഞാൻ കണ്ടതാണ്. അങ്ങനെ ഒരു സാധ്യത അവർ സംസാരിച്ചത്. പക്ഷെ ഇറാൻ അത് സമ്മതിച്ചില്ല. ഇറാൻ ഇപ്പോൾ യുവാനിലാണ് അതൊക്കെ ചെയ്യണത്. അപ്പോൾ അവരുടെ മെയിൻ ലക്ഷ്യം ഇത് തകരാടാൻ നോക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എത്രയോ ആൾക്കാർ ഇതിനെക്കുറിച്ച് പഠന റിപ്പോർട്ട് പറയണു. അത് ഡോളറേഷൻ എന്ന വാക്കുകൾ നമുക്ക് തുടർച്ചയായിട്ട് കേൾക്കണം. അതിന് കാരണം ലോകം അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. ലോകത്ത് ഒരു പവർ കുറേ കാലമൊക്കെ ഇരിക്കും, പിന്നെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡൗൺ ആയി തുടങ്ങും. ഭാരതം ഒരു കാലത്ത് പവർഫുള്ളായിരുന്നു. പിന്നെ ഏറ്റവും ഡീല് പോയില്ലേ, ഡൗൺ ആയില്ലേ. ഇപ്പൊ തിരിച്ച് പവർ ആവേണ്ട സമയമാണ്. ബ്രിട്ടൻ ഒരു കാലത്ത് പവർ ആയിരുന്നു, ഡൗൺ ആയില്ലേ. പിന്നെ അമേരിക്ക വന്നു, ഡൗൺ ആവേണ്ട സമയമാണ്. ഇത് മുരുകയുഗമാണ്. അപ്പോൾ ഇന്ത്യ പവർഫുൾ ആവേണ്ട ടൈമാണ്. കാലചക്രം അങ്ങനെ തിരിയും, ആ സമയത്ത് ഇതൊക്കെ നടക്കും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഏകലോകം എന്ന് പറയും ഫസ്റ്റ് സ്റ്റേജിൽ ബഹുലോകം എന്നുള്ളതിലേക്ക് വരും. അത് കഴിഞ്ഞ് ഭാരതം നയിക്കുന്ന ലോകം എന്നുള്ള ഒരു ശരിക്കും ഒരു പഠന ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഏകലോകത്തിലേക്ക് എത്തും. എപ്പോഴും ആരെങ്കിലും ഒരാൾ ഇതാവുന്നു. കാരണം അവരാണ് പിന്നെ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ഇടനിലക്കാരായിട്ട് നിൽക്കുക. അല്ലാത്തൊരു ലോകത്തിന് നിലനിൽപ്പില്ല എന്നാണ്. ഇവിടെ ഈ ഏകലോകത്തിൽ നിന്ന് ബഹുലോകത്തിലേക്ക് മാറി മെല്ലെ ഭാരതം നയിക്കുന്ന ഏകലോകത്തിലേക്ക് അത് മാറും. അപ്പോൾ അതിനൊരു 2 സ്റ്റെപ്പ് ഉണ്ട്. ഇപ്പം ഇനി കാണുന്നത് ബഹുലോക ധ്രുവവും, അത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പിൽ ബഹുലോക ധ്രുവത്തിൽ ഭാരതം തന്നെ ഏറ്റവും പവർഫുൾ ആവും, പ്രധാനപ്പെട്ട കണ്ടു. പിന്നെ ഭാരതം മാത്രം നിൽക്കുന്ന ഏകലോക ധ്രുവവും. ഇപ്പോൾ ക്യാപ്റ്റൻ്റെ ഒരു പ്രഡിക്ഷൻ പ്രകാരം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രകാരം 2020 നമുക്ക് മുരുകയുഗം ആരംഭിച്ചു. അപ്പോൾ അതിനുശേഷം ഏതാണ്ട് 6 വർഷം കൊണ്ട് രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഈ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിലാണ്. നമ്മൾ പല രീതിയിൽ മുന്നോട്ട്, നമ്മൾ സ്പേസ് രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കി. നമ്മൾ ആഗോള സാമ്പത്തിക സൂചികയിൽ ഇപ്പോൾ 3ാമത് എത്തി നിൽക്കുന്നു. നമ്മൾ നിർണായകമായ യുദ്ധം ജയിച്ചു. മറ്റ് രാജ്യങ്ങളാൽ ആദരിക്കപ്പെടുന്ന ഒരു ഇടനിലക്കാരൻ്റെ പദവിയിലേക്ക് നമ്മുടെ രാജ്യം എത്തുന്നു. ഒരു 6 വർഷം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ നെറുകയിലേക്ക് പോകാൻ ഇനി എല്ലാവരാലും അതായത് നിസ്സംശയമായി ഭാരതം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകാൻ എത്ര കാലം കൂടി ഇനി നമ്മൾ കാത്തിരിക്കേണ്ടി വരും? ഈ 1-2 കൊല്ലത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ ബഹുലോക രൂപം, പിന്നെ ഒരു 4-5 കൊല്ലത്തിനുള്ളിൽ ഭാരതം തന്നെ നയിക്കുന്ന ഏകലോക ദ്രവത്തിലേക്ക് മാറും. ഞാനൊരു 2033 തൊട്ടൊക്കെ വിദേശത്തേക്ക് ജോലിക്ക് പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതൊക്കെ മാറി തുടങ്ങും.
പലരും നമ്മള് അല്ല കൊടുക്കുന്ന ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് നരേന്ദ്രമോദി ആദ്യമായിട്ട് അമേരിക്ക സന്ദർശനത്തിന് പോയപ്പോൾ അവിടുത്തെ ഇന്ത്യൻ സിറ്റിസനോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ ഇന്ത്യയിലേക്ക് മടങ്ങി വരുമെന്നാണ്. പക്ഷെ അന്ന് അദ്ദേഹത്തെ ട്രോളി എല്ലാവരും കൂടി. പക്ഷെ ഇപ്പോൾ അതിലേക്ക് മാറും. കാരണം ഇന്ത്യക്കാരെ നയിക്കുന്ന കമ്പനികളിലേക്ക് ജോലി എടുക്കാൻ വേണ്ടി വിദേശത്തു നിന്ന് ആൾക്കാർ വരുന്ന സിറ്റുവേഷൻ. ഇപ്പോൾ നമുക്ക് ഒരു ഇതുണ്ട്, ചിലത് നമ്മുടെ രാജ്യം വളരുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥയും കൂടി മാറണം. ഇപ്പം നമ്മൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ചർച്ച, യുദ്ധം ഞാനാണ് നിർത്തിവെച്ചതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പോയി പണി നോക്കാൻ പറഞ്ഞു. ഭാരതം അങ്ങനെയൊന്നുമല്ല. നമ്മൾ കുറേ പേര് കൈയടിച്ചു, എന്നാൽ കുറച്ച് പേരാ പിന്നെ അത് ശരിയൊന്നുമില്ല, ട്രംപ് പറഞ്ഞത് ശരിയാന്ന് പറഞ്ഞു. അതേസമയം ഇറാൻ്റെ യുദ്ധം ഞാൻ സംസാരിച്ച് തീർത്തു. ഇറാൻ പറഞ്ഞു പോടാ അത് ശരിയൊന്നുമില്ല അത് പറഞ്ഞപ്പോൾ അവർക്ക് കൈയടി കൊടുത്തു. ഒരേ സാധനം തന്നെയാണ് രണ്ടും. പക്ഷെ നമ്മുടെ രാജ്യം പറഞ്ഞപ്പോൾ അത് ഇതാവണില്ല. നമ്മുടെ പുറത്തുനിന്ന് ആപ്പിള് പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ വിദേശ കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഇന്ത്യയിലേക്ക് വന്നു എന്ന് പറയും. നമ്മുടെ അദാനി പുറത്ത് പോയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് കൈക്കൂലി മേടിച്ചിട്ട് കൊണ്ടുപോകും. ആ ഒരു മാനസികാവസ്ഥ പറയും. ഇന്ത്യൻ കമ്പനികൾ വിദേശത്ത് പോയിട്ട് സാധനങ്ങൾ നേടിയെടുക്കുമ്പോൾ നമ്മളൊരു ഇന്ത്യക്കാരെന്നുള്ള ലെവലിൽ അഭിമാനിക്കുകയാണ് ചെയ്യേണ്ടത്. വിദേശത്തെ കമ്പനികൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെ അഭിമാനിക്കണു? ആപ്പിൾ ഇവിടെ നിക്ഷേപം ഇറക്കി എന്ന് പറയുമ്പോൾ വിദേശത്തൊരു കമ്പനി ഒന്നും നിക്ഷേപം കുറേ പേർക്ക് പറയും. നമ്മുടെ ഒരു രാജ്യം അവിടെ പോയിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യം. നമ്മുടെ രാജ്യം അവിടെ പോയിട്ട് തൊഴിൽ കൊടുക്കുക ചെയ്യണത് വേറെ രാജ്യം. അപ്പം അതിനുള്ള കപ്പാസിറ്റി ഇന്ത്യൻ കമ്പനികൾക്ക് വരിക എന്ന് പറയുമ്പോൾ ഇന്ത്യ അത്രത്തോളം വളർന്നു തുടങ്ങണം. അങ്ങനെ ഇപ്പം എങ്ങനെയാണോ ഇപ്പം അമേരിക്കൻ കമ്പനികൾ ലോകത്ത് പരന്ന് ഓരോ രാജ്യങ്ങളിൽ പരന്ന് അവർ ഇഷ്ടപ്പെടുന്ന പോലെ നമ്മുടെ കമ്പനികൾ പുറത്ത് പോയിട്ട് നമ്മുടെ ഭക്ഷണമായാലും നമ്മുടെ എന്ത് സാധനമായാലും മറ്റുള്ള രാജ്യങ്ങൾ സ്വീകരിക്കുന്ന ലെവലിലേക്ക് ഭാരതം മാറും വ്യവസായത്തിൽ. അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്പായിട്ട് വരുന്നത്. അമേരിക്ക സേന എവിടെയൊക്കെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യണ പോലെ ഭാരതത്തിൻ്റെ സേന പല രാജ്യങ്ങളിലും പോയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ലെവലിലേക്ക് മാറുക. അതാണ് സൂപ്പർ പവർ. ആ പവറിലേക്ക് ഭാരതം ഈ പറഞ്ഞൊരു ഞാൻ പറഞ്ഞൊരു ഇപ്പോഴൊരു 2-3 കൊല്ലം കൊണ്ട് മറ്റേ ബഹുലോകത്തെ പ്രാധാന്യവും 5-10 കൊല്ലത്തിനുള്ളിൽ ഭാരതം നയിക്കും ലോകത്തെ. ഈ സൂപ്പർ പവർ എന്ന് പറയുമ്പോൾ ഈ സാധാരണ മനുഷ്യർ കരുതുന്നത് ഏറ്റവും വലിയ ആയുധശേഷിയുള്ള രാജ്യം. പക്ഷേ സമ്പത്ത് ഒരു നിർണായക ഘടകമാണ്. അപ്പം നമ്മൾ ഒരേ സമയം നമ്മൾ സാമ്പത്തികമായ അഭിവൃദ്ധിപ്പെടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സൈനികമായ കരുത്ത് അത് ഒരു നിർണായക ഘടകമാണ്. നമുക്ക് നിലവിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്ന പരിപാടികളാണ് നടത്തിക്കൊണ്ടത്. പക്ഷേ നമ്മൾ സ്വന്തം നിലയിൽ ഇപ്പോൾ നിർമ്മിക്കുന്നു, കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഗ്രോത്ത്, അതായത് ഈ 2020 ശേഷം ഡിഫൻസ് സെക്ടറിൽ ഈ സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, അത് വലിയ രീതിയിൽ മുന്നോട്ട് വന്നിട്ട് അത് കൂടുതൽ മെച്ചപ്പെട്ട് പൂർണ്ണമായി ഇന്ത്യ നയിക്കുന്ന ഒരു രീതിയിലേക്ക് അത് എപ്പോഴേക്ക് എത്തും? കാരണം ഇന്ത്യൻ ആർമി ഇപ്പോൾ പവർഫുൾ ആയിക്കൊണ്ടിരിക്കുക. നമുക്ക് പാകിസ്ഥാനുള്ള യുദ്ധത്തിലൊക്കെ കറക്റ്റ് അടിയാണ് അടിക്കുമ്പോൾ. പിന്നെ നമ്മുടെ ആയുധത്തിൻ്റെ പവർ നമുക്ക് ലോകത്തിൽ കാണാം. ആ ഓപ്പറേഷൻ തീർച്ചയായിട്ടും നമ്മുടെ ആയുധത്തിൻ്റെ വിൽപ്പന കൂടി ഭയങ്കരമായിട്ട് വിറ്റ്. ഇന്ത്യൻ ആയുധങ്ങൾക്ക് ആവശ്യക്കാരായി തുടങ്ങി. അപ്പോൾ അത്ര ഒരു മേഖലയിലേക്ക് ഇന്ത്യ കുതിച്ചു കയറി തുടങ്ങുകയാണ് ഇന്ത്യൻ സേനയ്ക്ക്. ഓട്ടോമാറ്റിക്കായിട്ടും ഒരു രാജ്യം സൂപ്പർ പവർ ആണെങ്കിൽ സൈന്യവും സൂപ്പർ പവർ ആണോ? ഉറപ്പായിട്ടും സൈന്യത്തിന് പേടി വേണം ലോകത്ത്. അപ്പോൾ ആ ലെവലിലേക്ക് ഭാരത സൈന്യം ഈ സമയം കൊണ്ട് മാറും. കാരണം ഇന്ത്യൻ സേനയ്ക്ക് ആത്മവീര്യം കൂടിയ സമയങ്ങളത്. നമ്മൾ പവർഫുൾ മാനസികമായിട്ടുള്ളൊരു ബലവും കൂടി എപ്പോഴും വലുതാണ് ഏത് കാര്യത്തിൽ. ഞാൻ നേരത്തെ അതുകൊണ്ടാണ് പറയാം, നമ്മുടെ പൗരന്മാർ എന്നുള്ള ലെവലിൽ നമ്മുടെ രാജ്യത്തിനോട് ഏറ്റവും കൂറ് കടിക്കേണ്ട സമയമാണ്. നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും ഒന്നാമതാണ്. നമ്മൾ തന്നെ സ്വയം നമ്മുടെ അടിമ മനസ്സ് പുറത്തെടുത്ത് കളയണം. അത് കുറച്ച് പേർക്കെങ്കിലും ഇപ്പോഴും ഉണ്ട്. മറ്റേ പഴയൊരു ഡയലോഗ്, സായിപ്പിനെ കാണുമ്പോൾ കവാത്തുമാർക്ക് പറയുന്ന സാധനം ഇപ്പോഴും മനസ്സിലായിട്ട് നിൽക്കണം. ആ സാധനം കുറെ കാലമായിട്ട് വന്നിട്ടുള്ളതാണ്. അത് മെല്ലെ മെല്ലെ മാറി നമ്മൾ സ്ട്രോങ് ആണെന്നുള്ളൊരു സാധനം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അതേപോലെ ഇപ്പൊ നമ്മുടെ സൈന്യത്തിന് അങ്ങനെ ഒരു മാനസിക ബലമുള്ള സമയമാണ്. നമ്മൾ അതിന് കൂടി പവർഫുൾ ആയിട്ടൊരു ലെവലിലേക്ക് നേരത്തെ പറഞ്ഞ ഒരു സമയം വയ്ക്കും നമ്മൾ നിയന്ത്രിക്കും ലോകത്തിൽ. നമ്മൾ ഈ ശക്തി എന്ന് പറയുമ്പോൾ ഈ കായികമായ ശക്തി എന്നതിനപ്പുറം നമ്മുടെ ഭാരതത്തിൻ്റെ പൂർവ്വകാല ചരിത്രം നോക്കുമ്പോൾ നമ്മൾ മാനസികമായി ആധ്യാത്മികമായിട്ടൊക്കെ വലിയ ശക്തിയായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് എപ്പോഴോ നമ്മൾ അത് ബോധപൂർവം കൈയൊഴിഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ ഈ സ്പിരിച്വാലിറ്റി വാസ്തവത്തിൽ നമ്മുടെ ഈ കുട്ടിക്കാലം മുതൽ തന്നെ അത് ശീലിക്കുക, അത് ജീവിതചര്യയാക്കുക, അതൊരു നിർണായക ഘടകമല്ലേ?
തീർച്ചയായും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഭാരതത്തിൻ്റെ സൂപ്പർ പവർ എത്തണത് മുരുകൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, ആ എനർജി കൊണ്ടാണ്, ആ പവർ കൊണ്ടാണ്. അതൊരു ആത്മീയവും സൈനികവുമായ ഭഗവാൻ ദേവസേനാപതി കൂടിയാണ്. അതെ. ആ എനർജി കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ എന്താ പറയുക, ആത്മീയ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക്, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ കുട്ടിക്കാലത്ത് നമുക്കറിയാം, ഞാൻ ഇപ്പോഴും പറയുന്നത് രാജ്യം പവറാവുണ്ട്. കുറേ പേര് ഇപ്പോഴത് മനസ്സിലാക്കണില്ല. അവരെന്താ ചെയ്യണത്, അവരിതിന്നൊക്കെ വിട്ടുപോയി ലഹരിയുടെ ഇതിലേക്ക് പോകണം. ഇപ്പം നമ്മൾ ആത്മഹത്യയും കൂടുന്നുണ്ട്. ഒരു വീട്ടിൽ ആ വീട്ടുകാർക്ക് വേണമെങ്കിൽ ഇതൊക്കെ വേണ്ടെന്ന് വെക്കാം, പക്ഷെ അവരുടെ കുട്ടികളെ പുറത്ത് റാഞ്ചാൻ വേറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. കറക്റ്റ് അവർക്ക് ഭക്തി ആത്മീയത പറഞ്ഞു കൊടുത്ത്, രാജ്യസ്നേഹം പറഞ്ഞു കൊടുത്ത്, അതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്കൊരു വഴി തുറന്നു കിട്ടും. ഇതാണ് നിന്റെ വഴി, ഈ വഴിക്ക് നടക്കുക എന്നൊരു ചൂണ്ടിക്കാണി, ഒരു ചൂണ്ടുപലകയായിട്ട് വീട്ടുകാർ നിൽക്കണം. നിനക്ക് ആത്മീയത ആവശ്യമാണ്, രാജ്യസ്നേഹം ആവശ്യമാണ്, ഈ രാജ്യത്തിന് വേണ്ടി ജീവിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഒരു ചൂണ്ടുപലക ഇട്ട് കൊടുത്ത് ആ വഴി കൂടെ അവൻ പോകും. അവൻ്റെ ജീവിതത്തിലും ഗുണമുണ്ടാവും, അവൻ്റെ അനുഗ്രഹവും കിട്ടും, എനർജി കിട്ടും, രാഷ്ട്രത്തോട് കൂറുണ്ടാവും. മറിച്ച് ഇതൊന്നും വേണ്ട, സൗകര്യം പോലെ ചെയ്യുമെന്ന് വീട്ടുകാർക്ക് പറയാം, പക്ഷെ കുട്ടികളെ റാഞ്ചാൻ വേറെ വഴി പറഞ്ഞു കൊടുക്കാൻ, തെറ്റായ വഴി പറഞ്ഞു കൊടുക്കാൻ പുറത്തെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവർ കൊണ്ടുപോയി ചെയ്ത് പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ല, പിന്നെ കാര്യമില്ല. അപ്പം ഓരോ കുടുംബമാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ അടുത്ത തലമുറയെ ശ്രദ്ധിക്കേണ്ടത് ചുമതല കുടുംബത്തിനാണ്. ആ വഴിക്ക് നടക്കുക. ഇതൊക്കെ പൊട്ടയാണ്, ഇതൊക്കെ തെറ്റാണ്, ഇതൊന്നും ശരിയല്ല എന്ന് പറയാം, ആർക്കും പറയാം, അങ്ങനെയും ജീവിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ പിന്നെ ഉണ്ടായ കാര്യങ്ങൾക്ക് വിഷമിച്ചിട്ട് കാര്യമില്ല, കാരണം അവരെ വേറെ വഴി പറഞ്ഞു കൊടുക്കുക ആൾക്കാരുണ്ട്. നമുക്കിനി യാഗത്തിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ നമ്മൾ അഗ്നിയാഗം അതിനെക്കുറിച്ച് നമ്മൾ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത യാഗം സമയത്തിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞു കേട്ടു. അതിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട്? ടൈം പവർഫുള്ളാണ്. ഇതാണ് സമയം, കാലം ഒരു എനർജിയാണ്. ആ എനർജിയായിട്ട് ബന്ധപ്പെട്ടാണ് അടുത്ത യാഗം വരുന്നത്. അപ്പോൾ ടൈം എന്നുള്ളത് എൻ്റെ ഒരു യാത്രയിൽ എപ്പോഴും പ്രധാനപ്പെട്ട ഒരു ഇതായിരുന്നു. ഉജ്ജയിനിലേക്ക് യാത്ര ചെയ്യാലും അങ്ങനെ ഓരോ സമയത്തും ആ ഒരു എനർജി, ഫോർത്ത് ഡയമെൻഷൻ എന്നുള്ളൊരു വലിയൊരു ഇതിലേക്കുള്ള ഇതൊക്കെ അത്രയും അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാന്നുള്ള ലെവലിലും അതിൻ്റെ ഒരു പവർ എനിക്ക് ഫീൽ ചെയ്യാം. എൻ്റെ ഏറ്റവും പവർ ടൈം എന്നുള്ള സാധനമാണ് എനിക്ക്. ആ ഒരു എനർജിയാണ് എപ്പോഴും ഇതിൽ നിൽക്കുക. അതൊരു വേറൊരു മേഖലയാണ്. നമുക്ക് അതൊരു ഫോർത്ത് ഡയമെൻഷൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവങ്ങൾ വേറെയാണ്. എളുപ്പമല്ല, ബോഡിയൊക്കെ തകർത്ത് തരിപ്പണാവുന്ന അവസ്ഥയാവും. അല്ലാണ്ട് നമ്മുടെ ഈ ഫിസിക്കൽ ബോഡി കൊണ്ട് എത്താൻ പറ്റില്ല. പക്ഷെ എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന ചില മാസ്മരിക അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത്രയൊരു കാലം, ആ ഒരു എനർജി, പ്രപഞ്ച യൂണിവേഴ്സ്, ആ ടൈം അതിനോട് അനുബന്ധിച്ചാണ് ഇത് നടത്താൻ. പക്ഷെ അതിന് മുമ്പ് നമ്മളൊരു മുരുകനൊരു അമ്പലം വേണം, മുരുകനൊരു സിംഹാസനം വരും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ടൈം യാഗത്തിൽ എത്താനുള്ള സാധ്യത. പക്ഷെ എനിക്ക് ഇപ്പോഴും ഒന്നും അറിയില്ല. ഞാൻ ഈ മെയ് 1 യാഗശേഷം അടുത്ത ഭഗവാന്റെ ഡ്യൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രം മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണത്. ഇപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഇതുവരെയുള്ള യാത്രയുടെ അറിവോ, ചിലപ്പോൾ ഇതൊന്നും ആവില്ല, വേറെ രീതിയിലാവും. ആദ്യം ടൈം യാഗം കഴിഞ്ഞിട്ടാവും മറ്റേത്, എവിടെയാണെന്ന് എനിക്കറിയില്ല, സ്ഥലം അറിയില്ല, അതൊക്കെ ആ സമയത്തുള്ള യാത്രയാണ്. പക്ഷെ ഇപ്പോൾ മെയ് 1 അഗ്നിയാഗം ഗംഭീരമാക്കുക, ഭഗവാന്റെ അനുഗ്രഹത്താൽ സംരക്ഷണത്താൽ മാത്രമാണ് ലക്ഷ്യം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് കുറേയൊക്കെ അവിശ്വസനീയതയുണ്ട്, കുറേ കൂടെ അത്ഭുതമുണ്ട്. ഇത് മനുഷ്യസാധ്യമല്ല സത്യം പറഞ്ഞാൽ. ഇങ്ങനെ ഈ ഒരു ദൈവികമായിട്ട് നമുക്കൊരു അനുഭവം ഉണ്ടാകുക, അതിൻ്റെ വെളിച്ചത്തിൽ ഇത്തരം കാര്യം സാധാരണക്കാരനെ കൊണ്ട് ചിന്തിച്ചാൽ നടക്കില്ല. ഈ സിക്കിം പോലൊരു സ്ഥലത്തും ഇങ്ങനൊരു സംഗതി നടപ്പിലാക്കുക. ഇപ്പോൾ ഒറ്റ ചോദ്യമുള്ളൂ, ഇതെങ്ങനെ സാധിക്കുന്നു? ഭഗവാന്റെ അനുഗ്രഹം. ഞാൻ ചെയ്ത കാര്യം ഒന്നും യുക്തി കൊണ്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ മിണ്ടാണ്ട് വീട്ടിലിരിക്കും. പക്ഷേ ഭഗവാനുണ്ട്, ഭഗവാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുകയും ചെയ്യും. ഇതുവരെയുള്ള അനുഭവം എൻ്റെ ഓരോ യാത്രകളും അങ്ങനെയാണ്. ഞങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരാളെയും പരിചയമില്ലാത്ത സമയത്ത് 2018 ഇംഗ്ലണ്ടിൽ മയൂര സിംഹാസനം പ്രതിഷ്ഠിക്കാൻ എന്നോട് പറഞ്ഞത്. അന്ന് ഇത്ര പരിചയക്കാരില്ല എനിക്ക്, വളരെ കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെ അറിയുള്ളൂ, കുറച്ച് ആൾക്കാർ. എന്നിട്ട് ഞാൻ അത് ഏറ്റെടുത്ത് കൊണ്ടുപോയി. യുക്തി കൊണ്ട് ആലോചിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇംഗ്ലണ്ടിലേക്ക് അത് എത്തിക്കും, എവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കും, ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് എവിടെ കൊണ്ട് അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒന്നും എത്തില്ല. അതേപോലെ ഓരോ ഡ്യൂട്ടിയും സ്പിറ്റി വാലിയിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് തണ്ടല്ലോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ആളായിട്ടുള്ളൂ. ഡോക്ടറിനോട് പറഞ്ഞിട്ടുള്ളത് പന്ത് കളിക്കാൻ പോയിട്ടായിട്ടുള്ള സംഭവം. ഡോക്ടറിനോട് പറഞ്ഞത് സൂക്ഷിച്ച് യാത്ര ചെയ്യണം, വളരെ സ്ലോവിൽ, അധികം യാത്ര വേണ്ട എന്ന് പറയുന്ന സമയത്താണ് സ്പിറ്റി വാലിക്ക് ഭഗവാൻ പറയുന്നത്. സ്പിറ്റി വാലി പറഞ്ഞു 10 മണിക്കൂർ ഓഫ് റോഡ് കൂടെ സഞ്ചരിക്കണം വണ്ടിയിൽ, റോഡ് എന്നുള്ള സങ്കല്പമില്ല. ഞാൻ ഡോക്ടറോട് കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടറിനെ ഓടിപ്പിക്കും, വീഴും, കടന്നു പോക്കുമെന്നാണ്. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് യുക്തിയോട് ആലോചിച്ച് എത്തില്ല. വന്ന് തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ പിന്നെ നടക്കാൻ പറ്റാത്ത ലെവലാവും. പക്ഷെ ഞാൻ ഇറങ്ങുമ്പോൾ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ വിശ്വാസം ഭഗവാൻ എന്നെ കൊണ്ടുവരും. അത് തന്നെ
അതാ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. ഭഗവാന്റെ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യണത്, ഭഗവാന്റെ അനുഗ്രഹത്തിലും സംരക്ഷണത്തിലും അത് ചെയ്യണത്. ആ ഒരു ധൈര്യത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. ആളുടെ സംരക്ഷണത്തിൽ നടക്കുകയും ചെയ്യും. ഇപ്പോൾ ക്യാപ്റ്റനെ പലരും ഈശ്വര തുല്യമായിട്ടൊക്കെ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അയ്യോ, ഒരിക്കലും ഇല്ല. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം ഞാൻ ഗുരു എന്നും കൂടി പറയാറില്ല. അതിനുള്ള അനുവാദം ഇല്ലേ ഭഗവാൻ എന്നോട് ഗുരു എന്ന് പറയരുത്, ഗോഡ്മാൻ എന്ന് ദൈവം എന്ന് പറയരുത്, ഒരു പീഠം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറി താഴ്ത്ത അത് എന്താ പറയുക, ഒരു ഗുരു എന്ന് പറയുമ്പോൾ അങ്ങ് ദൈവം എന്നുള്ളത് അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നില്ല. ഗുരു അല്ല, അങ്ങനെയുള്ള ആൾക്കാർ നാട്ടിൽ സുലഭമാണ്. അല്ല, അത് ഓരോരുത്തരുടെ, നമ്മൾ ആരെയും തെറ്റുന്ന, അവർക്ക് അവരുടേതായ ശരികളുണ്ടാവും. അവരെ വിശ്വസിക്കുന്നവർക്ക് അവരുടേതായ ശരികളുണ്ടാവും. അത് അവർക്കതാവും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. അവർ ആ വഴിക്ക് സഞ്ചരിക്കട്ടെ, ആൾക്കാർക്ക് അവരിൽ നിന്ന് അനുഗ്രഹവും സഹായങ്ങളും കിട്ടട്ടെ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഗുരു എന്ന് പറയാവുന്ന ആ ഒരു ഇതിലേക്കൊന്നും എത്തിയിട്ടില്ല. ഞാനൊരു പണിക്കാരനാണ്, ഒരു വഴികാട്ടി, പണിക്കാരനാണ്, ജോലിക്കാരനാണ്, ഭഗവാന്റെ ജോലിക്കാരനാണ്. ആള് ഭഗവാൻ പറഞ്ഞ ജോലി കറക്റ്റായിട്ട് ചെയ്യണ ഒരു ടീമിനെ വെച്ച് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് എന്നെ ക്യാപ്റ്റൻ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ടീമിനെ കൊണ്ടുപോയിട്ട് ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോയി ആ ടീമിനെ ഒത്തൊരുപ്പിച്ച് ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള ഒരു കഴിവ് സാധിച്ചിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഏതൊരു സ്പിരിച്വൽ മാസ്റ്ററെ വെച്ചിട്ട് എന്നെ അപ്പുറത്തിരുത്തി കഴിഞ്ഞാൽ അവരുടെ അറിവിൻ്റെ പകുതിയുടെ എനിക്കില്ല. ഒരു മന്ത്രം എനിക്ക് ഇപ്പോഴും അറിയില്ല. അതൊന്നല്ല എൻ്റെ വഴി. എൻ്റെ വഴി പണിയെടുക്കല. ആ ഭഗവാന്റെ ജോലിക്കാരായിട്ട് പണി ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ഏറ്റവും വൃത്തിയായിട്ട് ഭഗവസായിട്ട് ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വിശേഷണങ്ങൾക്കൊന്നും പോവാണ്ട് ഒരു ടീം ക്യാപ്റ്റനായിട്ട് നിന്നാൽ മതി. ഞാൻ LMRK കുറിച്ച് അറിയാൻ ശ്രമിച്ചപ്പോൾ എന്നെ പെട്ടെന്ന് എനിക്ക് ക്യാച്ച് ചെയ്തത് ആ പതാകയും അതിൽ ഒരു മാപ്പും ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ എനിക്ക് ഇത് കണ്ട് ഞാൻ ശീലിച്ചിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് കുമാരി കാണ്ഡത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ഐതിഹ്യ കഥയിൽ ഉള്ള സംഗതിയാണ്, ഇങ്ങനെ ഒരു സംഗതി ഉള്ളത്. അപ്പോൾ ക്യാപ്റ്റനിൽ നിന്ന് നേരിട്ടൊന്ന് കേൾക്കണമെന്നുണ്ട്. ഈ കുമാരി കാണ്ഡം അതൊരു വെറും ഒരു സാങ്കല്പിക കഥയാണോ, അതോ നമ്മൾ അത് തമിഴ് ജനതയുടെ വികാരമാണ് കുമാരി കാണ്ഡം. അവരുടെ തമിഴ് ആരംഭിച്ച സ്ഥലം, തമിഴ് സാഹിത്യ കൃതികളിലൊക്കെ ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കുമാരി കാണ്ഡം. ഇംഗ്ലീഷുകാരത് ലുമേറിയ എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ഇതിൽ പറയുന്നു ആദ്യത്തെ സംഘകാലഘട്ടം നടന്നത് അവിടെയാണെന്ന് പറയുന്നു. മുരുകവാൻ രാജ്യം ഭരിച്ച സ്ഥലമാണത്. അദ്ദേഹത്തിന് കീഴിലുള്ളതാണ് ബാക്കി. അപ്പൊ അദ്ദേഹം അവിടെ ദളപതിയായിരുന്നു, സേനാനായകനായിരുന്നു. പിന്നെ അവരുടെ ദൈവമായിട്ട് മാറി, ഗുരുവായി, ദൈവമായി. അപ്പോൾ അത്രയും പവർഫുള്ളാണ്. അവരെ കാണാനാണ് ഇപ്പോഴും. അന്നത്തെ കാലത്ത് ഓരോ ആറുപട വീടെന്ന് പറഞ്ഞാൽ 6 പടയാണ്, സൈനിക താവളങ്ങൾ കാണാറ്. അവർ ലോകത്തിലെ പല ഭാഗത്ത് അവിടുന്ന് ആൾക്കാർ അദ്ദേഹത്തെ കാണാൻ, സേനാനായകനെ വരുന്ന കാണുമ്പോൾ ദേഹത്ത് സേനാനായകല്ല, അവരുടെ വീരത പ്രസിദ്ധി ഒരു ദേഹത്ത് കുത്തും, അങ്ങനത്തെ അങ്ങനെ വരണം. അതാണ് ഇപ്പോഴും നമ്മൾ ദേഹത്ത് വേലുകുത്തി പദയാത്രയായിട്ട് വരണത്. അപ്പോൾ ആ ഒരു സംഘട്ടം ഭഗവാൻ വയ്യാപുരി എന്നാണ് തലസ്ഥാനത്തിൻ്റെ പേര്. വയ്യാപുരി എന്ന ലോകത്തിൻ്റെ തലസ്ഥാനം എന്നാണ് അർത്ഥം. അങ്ങനത്തെ ഒരു കാലഘട്ടം, പവർഫുള്ളായിട്ടുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിൻ്റെ സമയമാണ് കുമാരി കാണ്ഡം എന്ന് പറയുന്നത്. അത് തമിഴ് സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനമാണ്. നമ്മളെ സംബന്ധിച്ച് ആ എനർജി നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം, ആ പവർ നമുക്ക് ഇതുണ്ട്. അതുകൊണ്ടാണ് കൊടിയിൽ കുമാരി കാണ്ഡം എന്ന് വെച്ചിട്ടുള്ളത്. ആ കൊടി വന്ന് ഇപ്പോൾ 9 വർഷമാവണം. ഈ കാർത്തിക നക്ഷത്രവും കാർത്തികേയനും അതൊന്ന് വിശദീകരിച്ച് തരുമോ? കാർത്തിക നക്ഷത്രം എന്ന് പറഞ്ഞാൽ പ്ലീഡിയസ് സ്റ്റാർ ക്ലസ്റ്റർ എന്ന് പറഞ്ഞുള്ള നക്ഷത്ര സമൂഹമാണ്. ആ നക്ഷത്ര സമൂഹത്തിൻ്റെ അത് ഉണ്ട്. മുരുകനെ കുറിച്ച് 6 കാർത്തികന്മാർ, അതായത് ശിവൻ എന്ന് പറയുന്ന അഗ്നി, ആ തേജസ് അഗ്നിദേവന് കൊടുത്തു. അഗ്നിദേവൻ അത് താങ്ങാൻ പറ്റാണ്ട് പുഴയിൽ നിക്ഷേപിച്ചു. 6 കാർത്തിക ദേവിമാർ വന്നിട്ട് പാലൂട്ടി അത്. അപ്പോൾ ആ ഷൺമുഖനായി. അതിന് 6 ദേഹമായിരുന്നു. പിന്നെ പാർവ്വദേവി എടുത്തപ്പോൾ ഷൺമുഖനായിട്ട് മാറി. അപ്പോൾ അതാണ് ആ കാർത്തിക ദേവിമാർ പാലൂട്ടി വളർത്തിയത് കൊണ്ടാണ് കാർത്തിക എന്ന പേര് വരാൻ കാരണം. പ്ലീഡിയസ് ഇതെന്ന് പറയുമ്പോൾ ആ കാർത്തിക നക്ഷത്രക്കൂട്ടങ്ങളാണ്. ആ എനർജിയാണ് മുരുകത്തിൽ ഭൂമിയിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. അതാണ് അതിൻ്റെ ഒരു ഈ നമ്മുടെ പതാകയിലുള്ള 10 നക്ഷത്ര ചിഹ്നങ്ങൾ അതിനെ സൂചിപ്പിക്കുന്നതാണോ? അല്ല, അത് വേറെയാണ്. അതിപ്പോൾ പറയേണ്ട ഒരു ഇതായിട്ടില്ല. നമുക്ക് അത് പറയാം. പിന്നെ ഇപ്പോൾ ഇത്ര ഇതായില്ലേ. നമുക്ക് ഈ മുരുകവാനും നവവീരരും എന്ന് പറഞ്ഞ മുരുകവാന്റെ സേനയാണ്. മുരുകവാൻ ഒന്ന് പിന്നെ 9 സേനാനായകർ, അങ്ങനെ 10 ആവാം. അതിൽ വീരബാഹുവാണ്
കമാൻഡർ ഇൻ ചീഫ്. ഇനി അപ്പുറത്തുനിന്ന് വിക്രമാദിത്യനും 9 നവരത്നങ്ങളാണ്. അടുത്തത് അശോക ചക്രവർത്തി, അദ്ദേഹത്തിന് 9 പണ്ഡിതന്മാരുണ്ടായിരുന്നു. ആ തിയറി കേട്ടിട്ടുണ്ടാവും. അശോക ചക്രവർത്തിക്ക് 9 പുസ്തകങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം മറ്റേ കലിംഗ യുദ്ധത്തിന് ശേഷം ഈ 9 ഭയങ്കര സീക്രട്ട് പുസ്തകങ്ങളാണ്. അതിനുശേഷം അദ്ദേഹം ഈ 9 ആൾക്കാരെ വിളിച്ചിട്ട് ഈ 9 പുസ്തകങ്ങൾ കൊടുക്കും, നിങ്ങൾ സൂക്ഷിക്കണം, കാരണം ഇത് പുസ്തകം കിട്ടിയവൻ ലോകത്തെ ഭരിക്കും. അത് പരമ്പരയായിട്ട് നിങ്ങളുടെ കയ്യിൽ രഹസ്യമായിട്ട് വെക്കണം. 9 പവർഫുൾ ആൾക്കാരിൽ കൊടുക്കും. ഇപ്പോൾ 9 പേര് അത് കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഇപ്പോൾ ആ 9 പേരാണ് ഇന്ത്യൻ ഇലുമിനാറ്റി. സ്വതന്ത്ര ഭാരതത്തിൽ ഇന്ത്യനെ കൺട്രോൾ ചെയ്യണ ഏറ്റവും മെയിൻ ആൾക്കാർ ഇവർ 9 പേരുണ്ട്. അതുകൊണ്ടാണ് ഭാരത സ്വതന്ത്രമായപ്പോൾ ഇത്രയധികം ഹിന്ദു ചിഹ്നങ്ങൾ ഉണ്ടായിട്ടും ബുദ്ധചിഹ്നങ്ങളെ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതായിട്ട് മാറി. അശോക സ്തംഭം, അശോക ചക്രം, അത് ഭരണഘടന ഉണ്ടാക്കിയ അംബേദ്കർ അവസാനം ബുദ്ധമതത്തിലേക്ക് മാറും. അപ്പോൾ ഈ ഒരു സ്വാധീനം പവറാണ്. അതിൻ്റെ ഏറ്റവും മെയിനാണ് അശോക ചക്രം. നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഈ അശോക ചക്രം ഈ അടുത്ത കാലത്ത് പാർലമെന്റിന്റെ മുമ്പിൽ വെച്ചപ്പോൾ മോദിജി ഒരു കാര്യം ചെയ്തു. അതിന് ശൗര്യം ഒന്നുകൂടി ഗർജിച്ചു. വെറുതെ ചെയ്തതല്ല, അതിന്റെ അർത്ഥം മനസ്സിലാക്കി, പവർ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. അതാണ് ഈ 10. ക്യാപ്റ്റൻ, ഇപ്പോൾ നമ്മുടെ LMRK നിലവിൽ വന്നിട്ട് 9 വർഷങ്ങൾ പിന്നിട്ടു. ഇപ്പോൾ ഓരോ ദിവസവും ഓരോ സംഭവങ്ങളായിട്ട് ഇങ്ങനെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ടാകും. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ഒരു ഓർമ്മയായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുകയും ചെയ്യും. പക്ഷേ അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായ ഓരോ സംഗതികളും ഈ സംഘടനയുടെ പുരോഗതി കാണുമ്പോൾ തന്നെ അത് വ്യക്തമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ 9 വർഷത്തിനുള്ള ഒന്ന് ഓർത്തെടുക്കുമ്പോൾ എന്തൊക്കെ ഒരു നിർണായക ഘട്ടങ്ങൾ ഒന്ന് പെട്ടെന്ന് ഓർക്കണമ്പോൾ എന്താ പറയാനുള്ളത്? 2005 ആരംഭിക്കണം. അന്ന് LMRK ഇല്ല. 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. അപ്പോൾ 2017 മെയ് 1 ഷഷ്ടി നാളിൽ പഴനിയിൽ വെച്ചിട്ട്. അപ്പോൾ ആദ്യത്തെ 12 കൊല്ലം എൻ്റെ ഒറ്റയ്ക്കുള്ള യാത്രയായിരുന്നു. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രം അറിയാവുന്ന ഒരു യാത്ര. കാടും മറ്റേ പർവ്വതങ്ങളും മലകളും ഗുഹകളും താണ്ടിയിട്ടുള്ളൊരു യാത്ര. പുസ്തകത്തിൽ എനിക്ക് വായിച്ച് കുറച്ചൊരു അറിവുണ്ട് അതിനെക്കുറിച്ച്. അന്ന് ഈ നമ്മുടെ ചുറ്റും ഈ ആൾക്കാരൊന്നുമില്ല, നമ്മുടെ ഈ സൗകര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സെന്തിൽ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു പഴനിമലയിൽ. ഞങ്ങളൊക്കെ ഒരുമിച്ച് രാത്രി ബസ് കയറിയിട്ട് ഓരോ മലകൾക്ക് പോകും. ഈ സേലത്തൊക്കെ പോയിട്ട് രാത്രി ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരിക്കും, അടുത്ത ബസ് കിട്ടും. അവിടെ ചിലപ്പോൾ പുലർച്ചയ്ക്ക് ഉണ്ടാവുള്ളൂ. രാത്രി ഒന്ന് പെട്ട് കഴിഞ്ഞാൽ അവിടെ കടന്നുറങ്ങും. ആ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങി കാലത്ത് എണ്ണിട്ട് പോകും. പിന്നെ അതേപോലെ നമ്മൾ ഭയങ്കര ബസ്സിൽ യാത്ര സൗകര്യങ്ങൾ വളരെ കുറവ്. പക്ഷേ പിന്നെ പലപ്പോഴും ഗ്രാമങ്ങളുടെ ഉള്ളിലേക്കോ തമിഴ്നാടിൻ്റെ ഉള്ളിലേക്കോ യാത്ര ഉണ്ടാവും. അവിടെ തേടി പിടിച്ച് എത്തും. എന്നിട്ട് പോയി അവിടെ പ്രാർത്ഥിച്ചു വരും, മലകൾ കയറി പ്രാർത്ഥിച്ചു വരും. എന്തിന് എന്നുള്ളത് അന്ന് എനിക്കറിയില്ല. ഞാൻ ഏതൊരാൾക്കും ഉണ്ടാവില്ല ആ ചോദ്യം, ഇതൊക്കെ എന്തിനു ചെയ്യണം. അന്ന് ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടില്ല. ഭഗവാൻ പറയണു ചെയ്യണു. ആ മാനസികാവസ്ഥ അന്നും ഇന്നും എനിക്കുണ്ട്. കാരണം അന്ന് ഞാൻ ഇത് ചെയ്തിട്ട് ഞാനിത് ചെയ്യണു, ഇത് ചെയ്തിട്ട് എനിക്ക് എന്ത് ഗുണം. ഈ 2 ചോദ്യം ഏതൊരാളുടെ ഉള്ളിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവും. ആ 2 ചോദ്യം എൻ്റെ ഉള്ളിൽ ബാധിച്ചിട്ടില്ല. ഞാൻ അന്ന് എൻ്റെ ഉള്ളിൽ കടത്തി വിട്ടിട്ടില്ല. ഞാൻ ഭഗവാനെ പണിക്കാരനാണ്, അദ്ദേഹം പറയണത് ചെയ്യണത് എൻ്റെ ഉത്തരവാദിത്തമാണ്, അത് ഭംഗിയെ ചെയ്യുക എൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ നമ്മുടെ ചുറ്റുപാടുള്ളവർ നിരന്തരം ചോദിക്കില്ല, നിങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങുന്നു എന്നൊക്കെ. ഇതിനൊരു ഇത് പറഞ്ഞാൽ ഞാൻ ആരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോയിട്ടില്ല. എനിക്ക് എൻ്റെ വീട്ടിലറിയാം, എൻ്റെ ഏറ്റവും അടുത്ത കുറച്ച് സുഹൃത്തുക്കൾക്കറിയാം. അല്ലാത്ത ഒരു സ്ഥലത്തും ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. ലീവ് ചോദിക്കും, ലീവ് എടുത്ത് പോകും, യാത്രയുണ്ടെന്ന് പറയും. അല്ലാണ്ട് ഞാൻ ഇതിനെക്കുറിച്ച്, കാരണം ഇത് പോയിട്ട് വേറൊരാളടുത്ത് സംസാരിക്കാൻ പോയാൽ അവരുടെ ജഡ്ജ്മെന്റുകൾ വന്നു തുടങ്ങും. അത് നമ്മളെ ബാധിക്കും. ഞാനത് കാരണം ഒരിക്കലും അവരോട് സംസാരിക്കാൻ പോയിട്ടില്ല, ആരോട് സംസാരിക്കാൻ പോയിട്ടില്ല. ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയുന്ന ഒരു യാത്രകളായിരുന്നു. അപ്പോഴും ഞാൻ ഈ നേരത്തെ പറഞ്ഞ എന്താ പറയുക, എന്ത് ഗുണം, ഈ 2 സാധനം എൻ്റെ ഉള്ളിലേക്ക് കടത്തിയിട്ടില്ല. സറണ്ടർ എന്നുള്ള ലെവലിൽ തന്നെയായിരുന്നു. ഭഗവാൻ പറഞ്ഞ പണിക്കാരാണ്, ഞാൻ ചെയ്തു. അത് അത്ര അന്ന് ചെയ്തു. അങ്ങനത്തെ ഒരു യാത്രകളായിരുന്നു, ഭയങ്കര യാത്രകളായിരുന്നു. പല എന്താ പറയുക, ചില സമയത്തൊക്കെ വീട്ടിൽ നിന്ന് പോയിട്ട് ഒരു ദിവസം മോളുടെ 28 ആയിരുന്നു.
ഓ. അതിൻ്റെ ഉള്ളിൽ എത്തണം. പക്ഷെ എത്താനുള്ള ബുദ്ധിമുട്ടും അവസാനം ടെൻഷൻ അടിച്ച് ഇവിടെ 28 ചോറൂണായിരുന്നു ഞങ്ങളുടെ തൊട്ടടുത്ത അമ്പലത്തിൽ, തിരൂരമ്പലത്തിൽ. അതിന് മുമ്പ് എത്തിയില്ലെങ്കിൽ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ വന്നില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു ഇത്. കാലത്ത് 8:45 അമ്പലത്തേക്ക് എത്താൻ പറഞ്ഞത്. ഞാൻ ചെന്നൈയിലേക്ക് അത്യാവശ്യമായിട്ട് ഈ ദൗത്യത്തിന് പോയി. അവസാനം അന്ന് രാത്രി ബസ് കയറി എങ്ങനെയൊക്കെ ഒരു 7:45 ഞാൻ തിരൂർ അമ്പലത്തിലെത്തി. അവിടുത്തെ ബാത്റൂമിൽ കുടിച്ച് 8:15 ബന്ധുക്കളെ മുമ്പിൽ എത്തി. അപ്പോൾ ഇതുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനത് ഒഴിവാക്കിയിട്ടില്ല യാത്രകൾ. ഇല്ലെങ്കിൽ വേറെ ഇന്ന് ഇത് കഴിഞ്ഞ് വന്നു ക്ഷീണമാണ്, ഞാൻ യാത്ര ഒഴിവാക്കിയിട്ടില്ല. എൻ്റെ ബുദ്ധിമുട്ട് ഒഴിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഒരു യാത്രയും ഒരു സ്ഥലത്തേക്ക് പോകുന്നതും ഒഴിവാക്കില്ല. പറഞ്ഞാൽ അത് ചെയ്യുക എന്നുള്ള ഒരു കാര്യം. അതിനോട് 100% ഭഗവാൻ എന്നെ ഇഷ്ടമാണെങ്കിൽ 2 കാര്യത്തിലാവും. ഒന്ന് എൻ്റെ ഹാർഡ് വർക്ക്, പിന്നെ 100% കാണിച്ച നീതി പുലർത്തിയ ആത്മാർത്ഥത. ഈ 2 കാര്യം എൻ്റെ ക്വാളിറ്റി ആയിട്ട് ഉള്ളു. അത് ഭഗവാൻ എന്നെ ഇഷ്ടപ്പെടാൻ ഈ 2 കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകൾ ഒരു മറ്റേ മെത്തിയിട്ട വഴികളൊന്നും ആയിരുന്നില്ല. ഈ 2018 വരെ 17 ശേഷം നമ്മളിത് പുറത്ത് പറഞ്ഞ ദൗത്യങ്ങൾക്ക് ഇറങ്ങിയ ശേഷം എന്താ പറയുക, മെത്തിയിട്ട് കല്ലും മുള്ളും നടന്നിട്ട് തന്നെയാണ് ഓരോ ദൗത്യങ്ങളും ചെയ്തത്. ടെൻഷൻ അടിച്ചിട്ട് പരമാവധി ലെവലായുണ്ട്. അത് ഓരോ ദൗത്യം ചെയ്യുമ്പോഴും അതുണ്ട്. അത് എല്ലാ സമയത്തും അതിങ്ങനെ ഇത് വരും. പക്ഷെ ഒരിക്കലും ഞാൻ ദൗത്യത്തിൽ നിന്ന് മാറിയിട്ടില്ല ഇത്ര കാലം. അതിന് അത് എന്താ പറയുക, നമുക്കത് സംശയിച്ച് നിന്നിട്ടില്ല. ചെയ്യണു. അത് അന്നൊക്കെ ആത്മാർത്ഥത ചെയ്തുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ പൊസിഷനിൽ ഇരുന്ന് ആൾക്കാരുടെ സ്നേഹങ്ങൾ കിട്ടണത്. ഇപ്പോൾ എൻ്റെ എനിക്കൊരു ടീമുണ്ട്, വലിയൊരു ഇതുണ്ട്. നമ്മൾ പറഞ്ഞാൽ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ ഇഷ്ടംപോലെയുണ്ട്. നമ്മളൊക്കെ ഈ ദൗത്യത്തിൽ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ആൾക്കാർ സഹായിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഏതെങ്കിലും സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആരെങ്കിലും പരിചയക്കാരുണ്ടാവും നമ്മളെ സഹായിക്കാൻ, അവർ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഭഗവാൻ സഹായിച്ച് ആൾക്കാരെ സ്നേഹവും ബഹുമാനവും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത യാത്ര സമയത്ത് നടത്തിയ ആത്മാർത്ഥയുടെ സത്യത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് ഭഗവാൻ ഇപ്പോൾ നമുക്ക് തരുന്നത്. എനിക്ക് എന്തെങ്കിലും പ്ലാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അന്ന് പ്ലാൻ ചെയ്യും. അതെ, കാരണം ഈ 12 കൊല്ലം വെയിറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ കേരളത്തിൽ ഞാൻ പറഞ്ഞത് 2023 2005 18 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഇത്ര കൊല്ലം വെയിറ്റ് ചെയ്യണം ഒന്നുമില്ല. അത് ആ സമയമാകുമ്പോൾ ഭഗവാൻ പറഞ്ഞാൽ മാത്രം ചെയ്യാം. അപ്പോൾ അതിനൊരു പവർ, എക്സ്ട്രാ പവർ, നേരത്തെ പറയില്ല ഒരു എക്സ്ട്രാ പഞ്ച്, അത് ഉണ്ടാവും ഭഗവാൻ പറഞ്ഞു ചെയ്യുമ്പോൾ. അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ വഴികളൊക്കെ ഭയങ്കര എന്താ പറയുക, കല്ലും മുള്ളും ചവിട്ടി വന്നിട്ട് തന്നെയാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. അന്ന് അപ്പോൾ ചെയ്ത ആത്മാർത്ഥത, ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ചെയ്യണ ആത്മാർത്ഥ സത്യസന്ധയുടെ അനുഗ്രഹമായിട്ട് ഇപ്പോൾ ജനങ്ങളുടെ സ്നേഹവും ആദരവും സഹായങ്ങളും ഒരു ടീമായിട്ട് നിന്ന് ക്യാപ്റ്റനായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കണം. അപ്പോൾ എന്താ പറയുക, ഇപ്പം എൻ്റെ ജീവിതം എൻ്റെ കയ്യിലല്ല. ഞാൻ വെള്ളം പോലെയാണ്. അദ്ദേഹം നയിക്കുന്ന വഴിക്ക് ഇങ്ങനെ ഒഴുകി പോവുക എന്നുള്ള അപ്പുറം ഞാൻ വേറെ ഒന്നും ചിന്തിക്കില്ല. പ്രാർത്ഥിക്കുക, ആളെ അടിയാറായിട്ട് നിൽക്കുക. ഈ പലരുടെയും സഹായങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിന് നമ്മളൊരു വലിയൊരു കൂട്ടം ഇതിനുണ്ട്. സിക്കിമിൽ യാഗം നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് വേണമല്ലോ. ആരൊക്കെയാണ് നമുക്ക് വേണ്ടിയിട്ട് അവിടെ നമുക്ക് വേണ്ടി അധ്വാനിക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ളത്? അതെപ്പോഴും നമുക്കൊരു അനുഗ്രഹം കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ സിക്കിം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് അധികം കണക്ഷൻ ഒരിക്കലും ഉണ്ടാവാൻ സാധ്യത കുറവുള്ള സ്ഥലം. പക്ഷെ നമ്മുടെ ഒരു വിനോദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് ഫോഴ്സ് ടീമിൻ്റെ ഭാര്യ വീട് അവിടെയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആളിപ്പോൾ ഒരു കഴിഞ്ഞ 20 ദിവസമായിട്ട് അവിടെയാണ്, അവിടെ ഒരുക്കങ്ങൾക്കായിട്ട്. അപ്പോൾ ലോക്കൽ സപ്പോർട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ഓരോ ബന്ധങ്ങൾ തനിയെ, ഇപ്പോൾ ഗൗഡർ വരാന്ന് പറഞ്ഞിട്ട് പരിപാടിക്ക് ഇത് നമ്മൾക്ക് ബന്ധമൊന്നുമില്ല, തനിയെ വരികയാണ്. ആർമിക്കാർ വരാന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ആർമിക്കാർ വരാന്ന് പറയുന്നുണ്ട്. അപ്പം അത്രയും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പ്രധാനപ്പെട്ട ഓഫീസുകൾക്ക് നമ്മൾ ഇൻവിറ്റേഷൻ പോയിട്ട് അത് എനിക്കൊന്നും എത്തിപ്പെടാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത അത്ര വലിയ ഓഫീസിലേക്ക് നമ്മുടെ ഇൻവിറ്റേഷൻ ആൾക്കാർ കൊണ്ടുകൊടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിലത്തെ ആൾക്കാർ വന്നിട്ട് നമുക്ക് കൊണ്ടുകൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇതൊക്കെ എങ്ങനെ കിട്ടണമെന്ന് വെച്ചാൽ മുരുകൻ്റെ ആളായതുകൊണ്ടാണ്. ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്, ഒരു കഴിവില്ലാത്ത ആളാണ്. പക്ഷേ ഭഗവാൻ ഒരു ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഞാൻ ഭഗവാന്റെ ആളാണ്. ആ ഒരു എനർജിയും പവറും ഉണ്ടാവും. അതുകൊണ്ടാണ് എപ്പോഴും 2023 തൊട്ട് 2003 കൊല്ലം കൊണ്ട് കേരളത്തിൽ വലിയൊരു ആത്മീയ പ്രസ്ഥാനമായിട്ട് LMRKക്ക് മാറാൻ കഴിഞ്ഞത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അദ്ദേഹം പറഞ്ഞ സമയത്ത് മാത്രമേ ഞാൻ കേരളത്തിൽ ഇറങ്ങിയുള്ളൂ.
അതിന് മുമ്പ് എത്ര കൊല്ലം 2017 ആരംഭിച്ചിട്ട് ഒരു 6 കൊല്ലം 2000 എത്ര ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് അറിയാം, കേരളത്തിൽ എന്താ ഒരു പ്രോഗ്രാം നടന്നത്, കേരളത്തിൽ എന്താ ഇത് ചെയ്യാത്ത, സമയമായിട്ടില്ല ഭഗവാൻ പറയട്ടെ എന്ന് പറഞ്ഞ് 6 കൊല്ലം വെയിറ്റ് ചെയ്തിട്ട് ഭഗവാൻ പറഞ്ഞപ്പോൾ മാത്രമേ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു പവർ ഉണ്ടാവും. കാരണം അദ്ദേഹത്തിൻ്റെ ശക്തിയിലാണ് ഇറങ്ങുന്നത്. ആ ഒരു 3 കൊല്ലം കൊണ്ട് ഇത്രയധികം ആൾക്കാർ നമ്മളോട് കൂടെ ചേർന്നത് ആ ഒരു എനർജി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എന്താ പറയുക, ഒരു വിശ്വാസത, എല്ലാവർക്കും ഒരു വിശ്വാസത ആത്മീയ രംഗത്ത് വരാൻ കാരണം ആ ഒരു പവർ ഉള്ളതുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷെ ഇനി നടന്ന വഴികളെക്കാളും കൂടുതൽ നടക്കാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വഴി വീതി കൂടി. മുമ്പ് വഴി വെട്ടണതിന് ബുദ്ധിമുട്ടുണ്ടാവും. തുടക്കത്തിൽ സഞ്ചരിക്കണ വഴി നമ്മളൊരു വഴി വെട്ടിക്കുകയാണ് ഭഗവാൻ ചെയ്യണത്. അപ്പോൾ കല്ലും മുള്ളും ഒക്കെ ഉണ്ടാവും, കാല് കുത്തും, മറ്റേത് ദേഹത്ത് കോറും. പക്ഷെ നമ്മളത് വഴി വെട്ടി വന്ന് ഇപ്പം എത്തുമ്പോൾ നമ്മളൊരു ഹൈവേയിലേക്ക് കയറി. വഴി സഞ്ചരിക്കാൻ ഇപ്പോൾ സഞ്ചരിക്കാനുള്ള കൂടുതൽ ദൂരമുണ്ട്. പക്ഷെ നമുക്കൊരു വലിയ ഹൈവേയും വാഹനമൊക്കെ ഭഗവാൻ തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി സ്പീഡിൽ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റും. ഏതായാലും നമുക്ക് ഓരോരുത്തർക്കും ഓരോ നിയോഗങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങേ ഏൽപ്പിച്ച നിയോഗം എന്താണെന്ന് ഈ സംസാരത്തിൽ നിന്ന് എനിക്ക് വ്യക്തമായത്. എത്രയും പെട്ടെന്ന് സാർത്ഥകമാകട്ടെ. അങ്ങയുടെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഭഗവാൻ അനുഗ്രഹിച്ച് സാധിക്കട്ടെ. ജയ് പഴനിയാണ്ടവ, ജയ് ഭാരത്.